സാർ കേൾക്കാൻ പറ്റുന്നില്ല. മോനെ സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ. സ്ക്രീൻ കാണാവോ? പറ്റും. ആണോ? സാറ് ടൈം ഒന്നും ഇപ്പം മുമ്പേ കണക്ഷൻ ആവാത്തത് കൊണ്ടേ നെറ്റ് ഷെയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ടൈം ഷെഡ്യൂൾ ഒന്ന് മാറ്റിയായിരുന്നു. എങ്ങനെ സാറേ 8:30 സ്റ്റാർട്ട് ചെയ്യാം? സാർ നോക്കിയോ? ആണോ? പിള്ളേരുണ്ടോ? ഓക്കെ. സൗണ്ട് വേണ്ടേ? ആയിക്കോട്ടെ. ഹലോ, കേൾക്കാമോ മക്കളെ? ഹലോ, കേൾക്കാം. ഓ ശരി. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഒരു പ്രോബ്ലം ഇന്നും ഉണ്ടായി. നമ്മൾ കഴിഞ്ഞ ദിവസമേ നമ്മൾ ചെയ്തിരുന്നത് ഫൈക്കിന്റെ ക്ലാസിഫിക്കേഷന്റെ ഫസ്റ്റ് ഏരിയ ആണ് നമ്മൾ ചെയ്തത്. ഫൈക്ക് ക്ലാസിഫിക്കേഷന്റെ ഫസ്റ്റ് ഏരിയ, അതായത് ലിവിങ് ഓർഗാനിസത്തിനെ RH വിറ്റേക്കർ 5 കിങ്ഡംസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കിങ്ഡംസ് ഇത്രയും കിങ്ഡംസ് ഉള്ളത്: മുനീറ, പ്രൂട്ടിസ്റ്റ, ഫഞ്ചെ, പ്ലാന്റേ, അനിമലിയ. മുനീറ, പ്രൂട്ടിസ്റ്റ, ഫഞ്ചെ, പ്ലാന്റേ, അനിമലിയ. ഇതാണ് RH വിറ്റേക്കറിന്റെ ക്ലാസിഫിക്കേഷൻ. നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. വിറ്റേക്കറിന്റെ ക്ലാസിഫിക്കേഷന്റെ ബേസിസ് എന്താണ്, എത്ര ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ എന്നൊക്കെ പറഞ്ഞു. ഇതില് ഈ വിറ്റേക്കർ ക്ലാസിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്തത് എന്തൊക്കെ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞു. സെൽ സ്ട്രക്ചർ, താലസ് ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ്, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഇതിൽ മുനീറ നോക്കിയേ, സ്ക്രീൻ കാണുന്നില്ല. സ്ക്രീൻ കാണാവോ സാറിന്റെ ഷെയർ സ്ക്രീൻ പോയി, ഒന്നും കൂടെ ഷെയർ ചെയ്യാവോ സാർ? അത് മിനിമൈസ് ചെയ്തപ്പോ പോയെന്ന് തോന്നുന്നു, ഒന്നും കൂടെ ഷെയർ ചെയ്യാവോ? ഓക്കെ സാർ. അതായിരുന്നു, ഒന്നും കൂടെ ഇപ്പൊ പോയിട്ടുണ്ട്. അത് എന്നെ കോള് വിളിച്ചു പോയതായിരിക്കും അല്ലേ? ഓക്കെ അല്ലേ? ഹലോ, സ്ക്രീൻ ഉണ്ടോ? ഉണ്ട്. ഓഡിയോ ഉണ്ടോ?
ഓക്കെ, ക്ലിയർ? കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ട് സാർ. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നേ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ 5 കിങ്ഡംസ് പറഞ്ഞു: മുനീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചെ, പ്ലാന്റ് ആൻഡ് അനിമേലിയ. ഞാൻ എൻ്റെ അകത്ത് പറഞ്ഞ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഒന്ന് സെൽ ടൈപ്പ്, 2 സെൽ വോള്, ന്യൂക്ലിയർ മെംബ്രെയിൻ, ദെൻ ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഇത്രയാണ് നമ്മൾ ഫൈറ്റർ ക്ലാസിഫിക്കേഷനിൽ 5 കിങ്ഡംസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ക്രൈറ്റീരിയ. നിങ്ങൾ ഫസ്റ്റ് ഈ മുനീറ മാത്രം കോൺസെപ്റ്റ് ചെയ്യുക, വേറെ ഒന്നും നോക്കണം. മുനീറ എന്ന് പറഞ്ഞ ഏരിയ മാത്രം നോക്കുക. മുനീറയിലെ സെൽ ടൈപ്പ്, മുനീറയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഓർഗാനിസവും പ്രോകാരിയോട്ടിക് ഓർഗാനിസം ആണ്. മുനീറയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഓർഗാനിസവും പ്രോകാരിയോട്ടിക് ഓർഗാനിസം. കണ്ടോ, സെൽ ടൈപ്പ് പ്രോകാരിയോട്ടിക് ആണ്. സെൽ വോള്, മുനീറയിലെ മെമ്പേഴ്സിന് സെൽ വോൾ ഉണ്ട്, പക്ഷെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്ന സെല്ലുലോസ് കൊണ്ടല്ല, നോൺ സെല്ലുലോസിക് ആണ്. മുനീറ മെമ്പേഴ്സിന് സെൽ വോൾ ഉണ്ട്, ഒരു ഹാർഡ് സെൽ വോൾ അവരുടെ ബോഡിക്ക് ചുറ്റുമുണ്ട്. ബട്ട് സെൽ വോൾ ഈസ് നോട്ട് മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. Hence it is called non-cellulosic. Then the chemical substance is polysaccharide and amino acid. സെല്ലുലോസിന് പകരം സാധാരണ പ്ലാന്റിന്റെ ഒക്കെ സെൽ വോൾ ആണ്, സാധാരണ പ്ലാന്റിന്റെ സെൽ വോൾ ആണ് സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. മുനീറ മെമ്പേഴ്സിന്റെ സെൽ വോൾ ദാറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് പോളിസാക്രൈഡ്സും അമിനോസാക്രൈഡ്സും കൊണ്ടാണ്, പോളിസാക്രൈഡും അമിനോ ആസിഡും കൊണ്ടാണ്. ദെൻ ന്യൂക്ലിയർ മെംബ്രെയിൻ നമുക്കത് ക്ലിയർ ആയിട്ട് അറിയാം, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മുനീറ മെമ്പേഴ്സ് പ്രോകാരിയോട്ടിക് ഓർഗാനിസം ആണ്. പ്രോകാരിയോട്ടിക് ഓർഗാനിസം മീൻസ് ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെന്റ് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. ദെൻ ബോഡി ഓർഗനൈസേഷൻ സെല്ലുലാർ ആണ്. സെല്ലുലാർ എന്ന് പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പറയാൻ പറ്റുന്ന യൂണി സെല്ലുലാർ ഓർഗാനിസം ആണ്. മുനീറയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എല്ലാം യൂണി സെല്ലുലാർ പ്രോകാരിയോട്ടിക് ഓർഗാനിസം. ഈ രണ്ട് ടേമുകളാണ് കണക്ട് ചെയ്യുന്നത്. യൂണി സെല്ലുലാർ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആർ ഇൻക്ലൂഡഡ് അണ്ടർ കിങ്ഡം മുനീറ. ദെൻ മോഡ് ഓഫ് ന്യൂട്രീഷൻ. മോഡ് ഓഫ് ന്യൂട്രീഷൻ വരുമ്പോൾ ഓട്ടോട്രോപിക് ന്യൂട്രീഷൻ കാണിക്കുന്നത്, സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന മെമ്പേഴ്സ് ഈ പറഞ്ഞ മുനീറയിലുണ്ട്. ദെൻ ഹെക്ടറോട്രോപിക് ഓർഗാനിസം ഈ ഗ്രൂപ്പിലുണ്ട്, സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയാതെ ഫുഡിന് വേണ്ടി വേറെ ഓർഗാൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഓർഗാനിസം ഉണ്ട്. അപ്പം മുനീറ മെമ്പേഴ്സിൽ 2 കാറ്റഗറി ഉണ്ട്, ഓട്ടോട്രോപിക് ഓർഗാനിസം ഉണ്ട്, അതോടൊപ്പം തന്നെ ഹെക്ടറോട്രോപിക് ഓർഗാനിസം ഉണ്ട്. ഇനി ഓട്ടോട്രോപിക് ഓർഗാനിസം എന്ന് പറഞ്ഞ ഏത് ടൈപ്സ് വരും അതും കൂടി നോക്കാം നമുക്ക് താഴേക്ക്. ഓട്ടോട്രോപിക് ഓർഗാനിസം മേ ബി കീമോസിന്തറ്റിക്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ഇത് കെമിക്കൽ സബ്സ്റ്റൻസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസം ഉണ്ടായിരിക്കാം. ദെൻ ഫോട്ടോസിന്തറ്റിക്. അപ്പോൾ ഓട്ടോട്രോപിക് ഓർഗാനിസം തന്നെ 2 തരം. ഓട്ടോട്രോപിക് ഓർഗാനിസം 2 ടൈപ്സ് ഉണ്ട്. ഇതൊക്കെയുണ്ട്, ഒന്ന് കീമോട്രോപിക് ഓർഗാനിസം ഉണ്ട്, അടുത്തത് പിന്നെന്തുണ്ട്, ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം ഉണ്ട്. കീമോസിന്തറ്റിക് ഓർഗാനിസം എന്ന് പറയുന്നത് കീമോസിന്തറ്റിക് ഓർഗാനിസം കെമിക്കൽ സബ്സ്റ്റൻസസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ആ സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കീമോസിന്തറ്റിക് ഓർഗാനിസം. ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സൺലൈറ്റിന്റെ പ്രസൻസിൽ ക്ലോറോഫിൽ യൂസ് ചെയ്ത് സ്വന്തമായിട്ട് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഓർഗാനിസം ആണ് ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം. ഇനി മുനീറയിൽ ഓട്ടോട്രോപിക് ഓർഗാനിസം മാത്രമല്ല, ഹെക്ടറോട്രോപിക് ഓർഗാനിസവും ഉണ്ട്. ആ ഓർഗാനിസം 2 കാറ്റഗറിയിൽ വരാം. They may be saprophytic, dead organic matter consume ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ പാരസൈറ്റിക്. ഓക്കെ, അപ്പൊ മുനീറയിലെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ബേസിക്കലി പറയാം. 2 ടൈപ്പ് ന്യൂട്രീഷൻ എക്സിബിറ്റ് ചെയ്യുന്ന ഓർഗാനിസം ഉണ്ട്, സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഓർഗാനിസംസ്, സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാത്ത ഓർഗാനിസം. പ്രിപ്പയർ ചെയ്യുന്ന ഓർഗാനിസം ഓട്ടോട്രോപ്സ് 2 types, chemosynthetic organism and photosynthetic organism. Again, heterotrophic organisms also 2 categories that are there, saprophytic and parasitic. Okay, ഇനി ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോർമലി കിട്ടാൻ സാധ്യതയുണ്ട്. ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെ ആയിരിക്കാം. Okay, what are the characters or identification features or salient features of kingdom Monera? What are the main characters or salient features of kingdom Monera? Kingdom Monera പെട്ട ഓർഗാനിസത്തിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ ഈ 5 പോയിന്റ്സ് ആഡ് ചെയ്ത് പറയണം. അപ്പൊ നമ്മൾ പറയേണ്ട സെന്റൻസ് വേസ് പറഞ്ഞു കഴിഞ്ഞാൽ മുനീറ ഇൻക്ലൂഡ് പ്രോകാരിയോട്ടിക് ഓർഗാനിസം. അടുത്ത പറയേണ്ടത് സെൽ വോൾ പ്രസന്റ് വിച്ച് ഇസ് മേഡ് അപ്പ് ഓഫ് polysaccharide and amino acid. Nuclear membrane absent. Body organization is unicellular. Mode of nutrition 2 types, autotrophic as well as heterotrophic. ഇത്രയും കാര്യങ്ങളാണ് കിങ്ഡം മുനീറ. ഓക്കെ, കിങ്ഡം പ്രോട്ടിസ്റ്റയിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു ഏരിയ പഠിക്കുന്ന സമയത്ത് നമുക്ക് താഴേക്ക് വന്നാൽ മതി. കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ ക്യാരക്ടേഴ്സ് എന്ത് പറയാം?
കിങ്ഡം പ്രോട്ടിസ്റ്റിന്റെ സെൽ വോൾ എങ്ങനെയാണ്, സെൽ ടൈപ്പ് എങ്ങനെയാണ്, യൂക്കാരിയോട്ടിക് സെല്ലാണ്. സെൽ വോൾ എങ്ങനെയാണ്, പ്രസന്റ് ഇൻ സം, ചില ഓർഗാൻസിൽ സെൽ വോൾ ഉണ്ട്, ചില ഓർഗാൻസിൽ സെൽ വോൾ ആബ്സെന്റ് ആണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ്. ബോഡി ഓർഗനൈസേഷൻ അതും യൂണിസെല്ലർ ഉണ്ടോ, ഇത് യൂണിസെല്ലർ ആണ്, ഇത് യൂണിസെല്ലർ. അതായത് മൊനീറ മെമ്പേഴ്സ് യൂണിസെല്ലർ ആണ്, പ്രോട്ടിസ്റ്റ മെമ്പേഴ്സ് ആർ ഓൾസോ യൂണിസെല്ലർ. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ്? Munira include unicellular prokaryotic organisms, but Protista include unicellular eukaryotic organisms. മനസ്സിലായോ? ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് ഈ പറയുന്ന മുനീറയിലുള്ളത്. ന്യൂക്ലിയസ് ഉള്ള ഏകകോശ ജീവികളാണ് പ്രോട്ടിസ്റ്റയിൽ വരുന്നത്. ഇവിടെ വരുമ്പോഴും ന്യൂട്രീഷൻ ഓട്ടോട്രോപ്പിക് ഉണ്ട്, അതുപോലെ ഹെറ്ററോട്രോപ്പിക് ഉണ്ട്. ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ചെയ്യാത്തതുണ്ട്. പക്ഷെ ഓട്ടോട്രോപ്പിക് 2 കാറ്റഗറി ഇല്ല, ഇവിടെ ഫോട്ടോസിന്തറ്റിക് മാത്രമേ ഉള്ളൂ. ഓക്കെ. ദെൻ ഹെറ്ററോട്രോപ്പിക് ഓർഗാനിസം, അതും ഈ സാപ്രോഫൈറ്റിക്കും പാരസൈറ്റും ഉണ്ട്. ഇവിടെ കൊടുക്കാത്തതാണ് കേട്ടോ. NCERT അതുപോലെ കട്ട് ചെയ്തിരിക്കും. ഇത് 2 തരത്തിൽ പറയാം, സാപ്രോഫൈറ്റും പാരസൈറ്റിക്കും ഉണ്ട്. ഇനി ഫംഗസിലേക്ക് വരുമ്പോൾ ഫംഗസിൽ പെടുന്ന എല്ലാ ഓർഗാനിസവും എങ്ങനെയുള്ളതാണ്? യൂക്കാരിയോട്ടിക് ഓർഗാനിസം ആണ്. ഫംഗസ് ഇൻക്ലൂഡ് യൂക്കാരിയോട്ടിക് ഓർഗാനിസം, എല്ലാം ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസം ആണ്. ദെൻ സെൽ വോൾ എങ്ങനെയാണ്? സെൽ വോൾ ഉണ്ട്. സെല്ലുലോസ് കൊണ്ടല്ല ഫംഗസിന്റെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത്, അതിന് പകരം കൈറ്റിൻ, CHITIN. ഞാനിത് അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം ഓരോ കാറ്റഗറി നമ്മളടുത്ത് ഡീറ്റെയിൽ ചെയ്യാനുള്ളതാണ്. ഇപ്പൊ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഫംഗസിന്റെ സെൽ വോൾ സെല്ലുലോസ് കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, മറിച്ച് കൈറ്റിൻ എന്ന് പറഞ്ഞ കെമിക്കൽ സബ്സ്റ്റൻസ് കൊണ്ടാണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ്. ദെൻ ബോഡി ഓർഗനൈസേഷൻ മൾട്ടി സെല്ലുലാർ ആണ്. ഓക്കെ. പ്രോട്ടിസ്റ്റയിൽ ഫംഗസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഓർഗാനിസം യൂണിസെല്ലുലാർ അല്ല, മൾട്ടി സെല്ലുലാർ. പക്ഷെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ എത്തുമ്പോൾ ഒന്നും കൂടെ ഡീറ്റെയിൽ ചെയ്തു തരാവേ. ഈസ്റ്റ് എന്ന് പറയുന്ന ഫംഗസ്, ഈസ്റ്റ് ഒരു ഫംഗസ് ആണ്. ആ ഫംഗസ് മാത്രം യൂണിസെല്ലുലാർ, ഒരേ ഒരു ഫംഗസ് മാത്രം യൂണിസെല്ലുലാർ ഉള്ളത്, ദാറ്റ് ഈസ് ഈസ്റ്റ്. അത് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പിന്നീട് പറയാം. ദെൻ ഫംഗസിൽ വരുന്ന എല്ലാ മെമ്പേഴ്സും ഹെറ്ററോട്രോപ്പിക് ആണ്. കാരണം അവർക്ക് ഗ്രീൻ കളർ ഇല്ല, അല്ലെങ്കിൽ ക്ലോറോഫിൽ അവരുടെ ബോഡി ഇല്ല. ദേ കനോട്ട് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ക്ലോറോഫിൽ ഇൻ ദെയർ ബോഡി. സോ ഫുഡ് ന്യൂട്രീഷൻ 2 തരത്തിലാണ്. ഹെറ്ററോട്രോപ്പിക് തന്നെ 2 തരത്തിലാണ്. ചില ആൾക്കാർ സാപ്രോഫൈറ്റ് ആണ്, ഡെഡ് ഓർഗാനിക് മാറ്റർ കൺസ്യൂം ചെയ്യുന്നതാണ്. ചില ആൾക്കാർ പാരസൈറ്റിക് ആണ്. ഓക്കെ. ദെൻ പ്ലാന്റയിലേക്ക് ഞാൻ ഈ മുനീറ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ, കാരണം ഓരോ ഗ്രൂപ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പ്ലാന്റയിൽ വരുന്ന എല്ലാ മെമ്പേഴ്സും യൂക്കാരിയോട്ടിക് ഓർഗാനിസം, ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസം ആണ്. സെൽ വോൾ ഉണ്ട്, സെൽ വോൾ ഉണ്ടാക്കുന്ന സെല്ലുലോസ് കൊണ്ടാണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ്. ഇവിടെ വരുമ്പോഴത്തേക്കും സെല്ലുകൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് ടിഷ്യൂസ് ആയിട്ട് മാറും. ഇവിടെ വരുമ്പോഴത്തേക്ക് യൂണിസെല്ലർ ആണ്. പ്രോട്ടിസ്റ്റയിൽ യൂണിസെല്ലർ ആണ്. ഫംഗസിൽ വരുമ്പം സെല്ലുകൾ കുറെ എണ്ണം ചേർന്നുണ്ട്, പക്ഷെ അവരുടെ തമ്മിലുള്ള സെല്ലുകൾ തമ്മിലുള്ള അസോസിയേഷൻ അത്ര സ്ട്രോങ് അല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ലൂസ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. സെല്ലുകൾ തമ്മിലുള്ള അസോസിയേഷൻ വളരെ സ്ട്രോങ് അല്ല. നമുക്ക് വേണമെങ്കിൽ ഒരു കൂൺ കൈകൊണ്ട് ഒടിച്ചെടുക്കാൻ പറ്റും, ശരിയല്ലേ? കൂൺ ഫംഗസ് ആണ്, മഷ്റൂംസ് ഫംഗസ് ആണ്. നമുക്ക് വേണമെങ്കിൽ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒടിച്ചെടുക്കാൻ പറ്റും. നമുക്ക് അതുപോലെ ഒരു വലിയ പ്ലാന്റ്, ഒരു തേക്കിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ പ്ലാന്റിന്റെ ഒരു കമ്പ്, ഒരു ശിഖരം നമുക്ക് പെട്ടെന്ന് ഒടിച്ചെടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല, കാരണം ഇതിന്റെ സെല്ലുകൾ തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക. അപ്പം ടിഷ്യൂസ് ഉണ്ട്. ഇവിടെ ഈ ടിഷ്യൂസ് കമ്പൈൻ ചെയ്ത് ഓർഗൻ ആയിട്ട് മാറണം. അപ്പൊ ഒരു ലെവൽ ഓഫ് ഹയർ ഓർഗനൈസേഷൻ ആണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ സെല്ലുകളാണ്, സെല്ല് കമ്പൈൻ ചെയ്ത് പ്ലാന്റിൽ വന്നപ്പോൾ ടിഷ്യൂ ആയി, ടിഷ്യൂ കമ്പൈൻ ചെയ്ത് ഓർഗനായി, ഓർഗൻ കമ്പൈൻ ചെയ്ത് അനിമയിലേ വരുമ്പോൾ ഓർഗൻ സിസ്റ്റം ആയിട്ട് മാറും. ഓക്കെ. ഓർഗൻ സിസ്റ്റം ഇപ്പൊ നമ്മൾ ഹൈറാർക്കി ഓഫ് സെല്ലുലാർ ഓർഗനൈസേഷൻ നമ്മൾ സുവോളജി ഏരിയയിൽ പഠിച്ചിട്ടുണ്ട്. സെല്ല് കമ്പൈൻ ടിഷ്യൂ, ടിഷ്യൂ കമ്പൈൻ ചെയ്ത് ഓർഗൻ, ഓർഗൻ കമ്പൈൻ ചെയ്ത് ഓർഗൻ സിസ്റ്റം, ഓർഗൻ സിസ്റ്റം കമ്പൈൻ ചെയ്ത് ഓർഗാനിസം. നമ്മൾ ഓർഗാനിസം ആണ്, ഹ്യൂമൻ ബീയിങ്സ് ആണ് ഓർഗാനിസം. നമ്മുടെ ബോഡിയിൽ ഡിഫറെന്റ് ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്. റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇതെല്ലാം സിസ്റ്റംസ് ആണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ് ടങ്. അതുപോലെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ് ലങ്സ്. ഓക്കെ. ഇതെല്ലാം എന്താണ്? ഓർഗൻസ് ആണ്. ഓക്കെ. ദെൻ അനിമേലിയയില് വരുമ്പോഴത്തേക്കും അനിമേലിയ എല്ലാ മെമ്പേഴ്സും യൂക്കാരിയോട്ടിക് ആണ്. സെൽ വോൾ ഇല്ല. ഇത് ഓർമ്മേണ്ട ഒരു കാര്യമാണ്. അനിമൽ സെല്ലിന് ചുറ്റും സെൽ വോൾ ഇല്ല. ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ്. ബോഡിയുടെ ഓർഗനൈസേഷൻ അവിടെ യൂണിസെല്ലുലാർ ഇല്ല, മൾട്ടി സെല്ലുലാർ ഓർഗാനിസമേ ഉള്ളൂ അനിമേലിയയില്. സെല്ല് കമ്പൈൻ ചെയ്ത് ടിഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്, ടിഷ്യൂ കമ്പൈൻ ചെയ്ത് ഓർഗനായി, ഓർഗൻ കമ്പൈൻ ചെയ്ത് ഓർഗൻ സിസ്റ്റം ആയിട്ട് മാറിയിട്ടുണ്ട്. ദെൻ മോഡ് ഓഫ് ന്യൂട്രീഷൻ എപ്പോഴും എന്തായിരിക്കും? ഹെറ്ററോട്രോപിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. അതായത് അനിമലിന് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ആണ് കഴിവില്ല. ആ ഹെറ്ററോട്രോപിക് ന്യൂട്രീഷൻ തന്നെ 2 തരത്തിലുള്ള, നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഹോളോസോയിക് ഉണ്ട് അല്ലെ? ഇഞ്ചക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, ഇങ്ങനെ 4 പ്രോസസ്സിൽ കൂടെ നടക്കുന്ന ഹോളോസോയിക് ന്യൂട്രീഷൻ ഉണ്ട്. അതുകൂടാതെ സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ ഉണ്ട്.
ഞാൻ ഇത്രയൊക്കെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് കേട്ട് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട, വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ഇതല്ല നമുക്കിപ്പം വേണ്ടി വരും. നമുക്ക് വേണ്ട ഏരിയാസ് ഈ മുനീറയിലെ ആ ഒരു പാർട്ട് മാത്രം നമ്മൾ ചെയ്ത് വെച്ചാൽ മതി. ബാക്കിയൊക്കെ ഞാൻ പ്രോട്ടിസ്റ്റ് വരുമ്പോഴത്തേക്കും ഞാൻ തിരിച്ചൊന്ന് പ്രോട്ടിസ്റ്റുള്ള കാര്യം പറയും. ഫംഗസ് വരുമ്പോൾ അവിടെ ഡീറ്റെയിൽ പറയാം. അങ്ങനെ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് പോകുന്നതായിരിക്കും. ഇപ്പൊ ഇതിലേക്ക് മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. Okay, what are the characters of Munira? Munira include prokaryotic organism, cell wall non-cellulosic, which is made up of polysaccharide and amino acid, nuclear membrane absent. Body organization is unicellular. Mode of nutrition may be of two types: autotrophic as well as heterotrophic. Autotrophic may be chemotrophic or photosynthetic. Then heterotrophic may be saprophytic or parasitic. Okay, that's all. നമ്മൾ ഇനി മുനീറയുടെ ഡീറ്റെയിൽസ്, ഫസ്റ്റ് കിങ്ഡം, ഓരോ കിങ്ഡവും നമുക്ക് ഡീറ്റെയിൽ ചെയ്യണം. നമ്മൾ ആദ്യം ഫസ്റ്റ് കിങ്ഡമായ മുനീറയിലേക്ക് വരും. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോണേ, ഇനിയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഇത് നമുക്ക് ടെക്സ്റ്റിൽ തന്നെ NCERT തന്നെ ഉള്ളതാണ്. ഈ ഒരെണ്ണം കളർഫുൾ ആയിട്ട് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെടുത്ത് വെക്കണം, അതെടുത്ത് വെച്ച് നന്നായിട്ട് പഠിക്കണം. ഈ പോർഷൻ നിങ്ങളൊന്ന് ഒരു നോട്ട്ബുക്കിലേക്കോ അല്ലെങ്കിൽ ഒരു പേപ്പറിലേക്കോ നിങ്ങളൊന്ന് കോപ്പി ചെയ്തേക്കണം കേട്ടോ. ഇത് പഠിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു ചാർട്ടാണ്. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് എത്താനും ഡിസ്റ്റിങ്വിഷ് ചെയ്യാനും പറ്റുന്ന ഒരു ചാർട്ടാണ്. സോ കിങ്ഡം മുനീറ. കിങ്ഡം മുനീറയിൽപ്പെട്ട മെമ്പേഴ്സിനെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. കിങ്ഡം മുനീറനെ 3 ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണമാണ് ആർക്കി ബാക്ടീരിയ, സെക്കൻഡ് വൺ Eubacteria, Archaebacteria, second one Eubacteria, third one Mycoplasma. Archaebacteria, Eubacteria and Mycoplasma. ഇങ്ങനെ 3 ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനിയല്ല ഫസ്റ്റ് ഗ്രൂപ്പ് ആർക്കിബാക്ടീരിയ ആണ്. എന്താണ് ആർക്കിബാക്ടീരിയ നമുക്ക് നോക്കാം. ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്യുവാണ്. ആർക്കിബാക്ടീരിയയുടെ ഡീറ്റെയിൽസ് ഇവിടെ ഞാൻ പറയുകയാണ്. എഴുതുവാണ് ആർക്കിബാക്ടീരിയ. ആ വേർഡിൽ തന്നെ എന്റെ മീനിങ് ഉണ്ട്. ARCHABACTER. ഞാനങ്ങ് സ്പ്ലിറ്റ് ചെയ്തങ്ങ് എഴുതിയാണ്. പഠിക്കാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള അവസരത്തിൽ. ആർക്കി എന്ന് പറഞ്ഞാൽ എന്റെ മീനിങ് ഏൻഷ്യന്റ് എന്നാണ്. ഏൻഷ്യന്റ് മീനിങ് എന്താണ്? പുരാതനമായ, പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന എന്നാണ് ഏൻഷ്യന്റ് അല്ലെങ്കിൽ ആർക്കിഡാക്ടർ. അപ്പൊ ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ഒരു കാലത്ത് ഡോമിനേറ്റ് ചെയ്ത് വളർന്നിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ആണ് ആർക്കിബാക്ടീരിയ. ഇപ്പം ഭൂമിയൊക്കെ ഉണ്ടായ സമയത്ത് നമ്മൾ എവല്യൂഷൻ ഒക്കെ പഠിക്കുന്നത് അവിടെ പറയുന്നുണ്ട്. ഉണ്ടായ സമയത്ത് ടെമ്പറേച്ചർ വളരെ കൂടുതലായിരുന്നു, അസിഡിറ്റി വളരെ കൂടുതലായിരുന്നു. ഓക്കെ, ഇങ്ങനെ ഹൈ ടെമ്പറേച്ചറും ഹൈ അസിഡിറ്റിയും ഒക്കെ ഉള്ള സ്ഥലത്ത് സാധാരണ ബാക്ടീരിയക്ക് വളരാൻ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം, നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ബാക്ടീരിയനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അസിഡിറ്റി ഉള്ള ഒരു പോർഷനിൽ ബാക്ടീരിയക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ചില ബാക്ടീരിയ എന്ത് ചെയ്യുന്നു? ചില ബാക്ടീരിയ ജീവിക്കുന്നത് വളരെ ഹാർഷ് ആയിട്ടുള്ള, അതായത് അസിഡിറ്റി ടെമ്പറേച്ചറും ഒക്കെ വളരെ കൂടിയ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ പറ്റുന്ന ചില ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയക്ക് വിളിക്കുന്ന പേരാണ് ആർക്കിബാക്ടീരിയ. സോ വാട്ട് ആർ ആർക്കിബാക്ടീരിയ? ദേ ആർ ancient bacteria. Archaebacteria are ancient bacteria which live in harsh condition. Okay, വളരെയധികം പ്രതികൂലമായ സാഹചര്യങ്ങളിൽ വളരുന്ന വളരെ പുരാതനമായ ബാക്ടീരിയയാണ് ആർക്കിബാക്ടീരിയ. ഈ ആർക്കിബാക്ടീരിയത്തിനെ പിന്നെയും 3 സബ് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആർക്കിബാക്ടീരിയ ഡിവൈഡ് ഇൻടു 3 സെപ്പറേറ്റ് ക്ലാസസ്. ഓക്കെ, അതിൽ ഒന്നാമതാണ് ഹാലോഫിൽസ്. ഇവിടെയും 2 വാക്കുകളാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കണം. പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ എളുപ്പമാകത്തുള്ളൂ. ഹാലോ മീൻസ്, ഹാലോയുടെ മീനിങ് സോൾട്ട്, ഉപ്പ്. ഫിൽ മീൻസ് ലവിങ്. Okay, so what are halophils? They are salt-loving bacteria. Halophils are salt-loving bacteria. Okay. അപ്പോൾ എവിടെ ഇവരെ കാണാൻ സാധിക്കും? സോൾട്ടി ഏരിയാസ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വീട്ടിൽ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന ആ പാത്രത്തിൻ്റെ അകത്ത് ബാക്ടീരിയ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു പാരഡോക്സി അല്ലെങ്കിൽ ഒരു വിരോധാഭാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ സാധാരണ ഈ മത്സ്യങ്ങളൊക്കെ, ഫിഷൊക്കെ നമ്മൾ ഉപ്പിട്ട്, ഫിഷോ മീറ്റോ ഒക്കെ ഉപ്പിട്ട് നമ്മൾ വെക്കാറുണ്ട്. ഉപ്പിൽ വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ബാക്ടീരിയ അറ്റാക്ക് ചെയ്യത്തില്ല. ഏത് ബാക്ടീരിയ ഒഴിച്ച്? ഹാലോഫിൽസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഒഴിച്ച്. ഓക്കെ, അപ്പോൾ വാട്ടർ ഹാലോഫിൽസ്, ദേ ആർ salt loving bacteria or bacteria live in salty areas.
കിട്ടിയോ? ഹാലോഫിൽസിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ. വാട്ട് ആർ ഹാലോഫിൽസ്? ദേ ആർ ആർക്കി ബാക്ടീരിയ. ആ ഒരു പോയിന്റ് കോട്ട് ചെയ്യണേ. ഹാലോഫിൽസ് ആർ ആർക്കി ബാക്ടീരിയ വിച്ച് ലിവ് ഇൻ സോൾട്ടി ഏരിയാസ്. ഓക്കെ, ഉപ്പ് ഉള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആർക്കി ബാക്ടീരിയകൾക്ക് വിളിക്കുന്ന പേരാണ് ഹാലോഫിൽസ്. എക്സാമ്പിൾസ് ഒന്നും ഇപ്പൊ നിലവിൽ വേണ്ട, നമുക്ക് ഇനി ലാസ്റ്റ് ഡിസ്കഷൻ വരുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഓരോ എക്സാമ്പിൾസും കൂടി അതിന്റെ കൂടെ പറഞ്ഞു പോകാം കേട്ടോ. ഓക്കെ, ഹാലോഫിൽസ് പറഞ്ഞു. അടുത്തതിന്റെ പേരാണ് മെത്തനോജൻസ്. മെത്തനോജൻസ് എന്ന് പറയുന്നത് രണ്ട് വാക്കുകൾ കണക്ട് ചെയ്തിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒന്ന് മീഥൈൻ. മെത്തനോ എന്ന് പറയുന്നത് മീഥൈൻ എന്നതിന്റെ ഒരു പോർഷൻ ആയിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ജെനിസിസ് എന്ന് പറഞ്ഞാൽ മെത്തനോജൻ എന്ന ജെൻ മീൻസ് പ്രൊഡ്യൂസിങ്. സോ വാട്ട് ആർ മെത്തനോജൻസ്? മീഥൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയയാണ് മെത്തനോജൻസ്. മെത്തനോജൻസ് ആർ മീഥൈൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ. ക്ലിയർ അല്ലേ? മെത്തനോജൻസ് ആർ മീഥൈൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ. അപ്പൊ ഫുൾ നമുക്ക് ഡെഫിനേഷൻ എങ്ങനെ പറയാം? വാട്ട് ഈസ് മെത്തനോജൻ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? മെത്തനോജൻസ് ആർ ആർക്കി ബാക്ടീരിയ വിച്ച് പ്രൊഡ്യൂസ് മീഥൈൻ. ഓക്കെ, മീഥൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആർക്കി ബാക്ടീരിയ ആണ് മെത്തനോജൻസ്. ഇത് ചോദിക്കാവുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഈ മെത്തനോജൻസ് എന്ന് പറയുന്ന ആർക്കി ബാക്ടീരിയ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? 3 റീജിയൻസിൽ മീഥൈൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തതാണ് നമ്മുടെ ബയോഗ്യാസ് ഫെർമെന്റേഴ്സ്. ബയോഗ്യാസ് ഫെർമെന്റേഴ്സ് അറിയാമല്ലോ. നമ്മൾ എന്താ പറയുക, വീട്ടിലൊക്കെ നമ്മൾ ബയോഗ്യാസ് ഉപയോഗിക്കാറുണ്ട്, മീഥേൻ ഗ്യാസ് ഉപയോഗിക്കാറുണ്ട്. വീട്ടിലെ വേസ്റ്റ് ഒക്കെ നമ്മൾ ഒരു ബയോഗ്യാസ് ഫെർമെന്ററിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ഒരു ട്യൂബൊക്കെ ഇട്ട് ഗ്യാസ് സ്റ്റൗവിലേക്ക് കണക്ട് ചെയ്ത് നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ വലിയ ബയോഗ്യാസ് ഫെർമെന്റേഴ്സ് ഇരിക്കുന്നത്. ഈ ബയോഗ്യാസ് ഫെർമെന്റേഴ്സിൽ നമ്മൾ ഫുഡിന്റെ വേസ്റ്റ് മാത്രമല്ല ഇട്ട് കൊടുക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് അതിനകത്തേക്ക് ചാണകം കലക്കി, പച്ച ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കും. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഈ ചാണകം കലക്കി ഒഴിക്കുമ്പോൾ ചാണകത്തിന്റെ അകത്ത് ഈ മെത്തനോജൻസ് ധാരാളമുണ്ട്. ഈ മെത്തനോജൻസ് ഈ വേസ്റ്റ് മെറ്റീരിയൽസിൽ ആക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഫലമായിട്ട് മീഥേൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം മെത്തനോജൻസിനെ കാണാൻ കഴിയുന്ന ഒരു ഏരിയയാണ് ബയോഗ്യാസ് ഫെർമെന്റേഴ്സിൽ കാണാൻ സാധിക്കുന്നത്. അടുത്തത് ഗട്ട് ഓഫ് റൂമിനന്റ് അനിമൽസ്. ഓക്കെ, റൂമിനന്റ് അനിമൽ എന്താണ്? അയവിറക്കുന്ന മൃഗങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് റൂമിനന്റ് അനിമൽസ്. നമ്മൾ പശുവിനെയൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം, അവർക്ക് നമ്മൾ കുറെ പുല്ലൊക്കെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ആ പുല്ല് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവർ വളരെ ഫാസ്റ്റ് ആയിട്ട് അത് പെട്ടെന്ന് ചവച്ചരയ്ക്കാതെ പെട്ടെന്ന് വിഴുങ്ങുന്നതായിട്ട് കാണാം. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ് അവർ എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കാണാം അവരുടെ സ്റ്റൊമക്കിന്റെ ഒരു പോർഷനിൽ നിന്ന് ഈ പറയുന്ന പുല്ലുമൊക്കെ ഒരു ചെറിയ ബബിളായിട്ട് തിരിച്ചു മൗത്തിലേക്ക് വന്ന് അവർ നന്നായിട്ട് ചവച്ചരച്ച് പിന്നെ രണ്ടാമത് വിഴുന്നതായിട്ട് കാണാം. ഓക്കെ, ഇങ്ങനെ സ്റ്റൊമക്കിന്റെ ഇപ്പൊ ഒരു എന്താ പറയുന്നത്, ഒരു ഓർഗാൻസും എടുത്ത് ഞാൻ വരയ്ക്കുന്നതൊക്കെ മോശമായിട്ടായിരിക്കും കേട്ടോ. ഒരു കൗവിനെ വരച്ചാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ആ സ്റ്റൊമക്കിന്റെ ഒരു പോർഷൻ ഇതാണ് സ്റ്റൊമക്കിൽ. അതിന്റെ ഒരു ചെറിയൊരു പാർട്ടുണ്ട്, സ്റ്റൊമക്കിൽ എത്തുന്ന ഒരു പോർഷൻ ഉണ്ട്. ആ പോർഷൻ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന റൂമിനന്റ് ചേംബർ. ആദ്യം ഈ പറയുന്ന പുല്ലും അതുപോലെ ഇത് കഴിക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസ് ഇവിടേക്ക് ഈ ചേംബറിൽ എത്തുന്നത്. ഈ ചേംബറിൽ എത്തിയിട്ട് അത് റിട്ടേൺ പോയിട്ട് ഒന്നും കൂടെ ചവച്ചരിച്ചിട്ടാണ് തിരിച്ച് അതിന്റെ ബാക്കി ഇൻറ്റെസ്റ്റൈൻ്റെ പോർഷനിലേക്ക് എത്തുന്നത്. ഈ റൂമിനന്റ് ചേംബറിന്റെ അകത്ത്, അതായത് ഈ അയവിറക്കുന്ന റൂമിനന്റ് ആനിമൽസിന്റെ റൂമിനന്റ് ചേംബറിൽ അല്ലെങ്കിൽ ഗട്ട് പോർഷനിൽ ഈ പറഞ്ഞ മെത്തനോജൻസ് ഇരിപ്പുണ്ട്, മീഥേൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ. ഈ ബാക്ടീരിയ ഈ ചവച്ചരച്ച പുല്ലിൽ മിക്സ് ചെയ്യും. ഇനി ഈ പുല്ല് ഈ ഓർഗാൻസിന്റെ ബോഡിയിൽ കൂടി, അല്ലെങ്കിൽ പുല്ലോ എന്ത് ഫുഡ് പാർട്ടിക്കിൾസും അത് ഈ ഓർഗാൻസിന്റെ ഇൻറ്റെസ്റ്റൈൻ പാത്തിൽ കൂടി മൂവ് ചെയ്യുമ്പോൾ ആ കമ്പോണന്റിന്റെ അകത്ത് ഈ പറയുന്ന മെത്തനോജൻസ് കാണും. ഇനി ഈ പശുവോ അല്ലെങ്കിൽ ഏത് ഓർഗാൻസോ ആണെങ്കിൽ അവർ റിലീസ് ചെയ്യുന്ന ഡങ്ങിന്റെ അകത്തും ഈ പറയുന്ന മീഥേൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ബയോഗ്യാസ് ഫെർമെന്ററിൽ നമ്മൾ പച്ച ചാണകം കലക്കി ഒഴിക്കുമ്പോൾ അവിടെ ഫെർമെന്റേഷന്റെ റേറ്റ് കൂടുകയും ബയോഗ്യാസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, ഇനി മൂന്നാമത് ഒരെണ്ണം കൂടിയുണ്ട്, മാർഷി ഏരിയാസ്. മാർഷി ഏരിയ എന്താണ്? ചതുപ്പ് നിലങ്ങളാണ്. ചതുപ്പ് നിലത്ത് ധാരാളം
ഈ പറയുന്ന മെത്തനോജൻസ് ഓർ മീഥേൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ കാണാം. ഈ മാർഷി ഏരിയാസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ ഓർമ്മ വരുന്നത് എനിക്കറിയത്തില്ല. മാർഷി ഏരിയാസിന് നല്ലൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ നെൽവയലുകൾ. നെൽവയൽ ഒരു ചതുപ്പ് നിലമാണ്. ചതുപ്പ് നിലം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരാൾ നിന്ന് കഴിഞ്ഞാൽ അയാൾ അങ്ങ് മൂടിപ്പോകുന്ന വലിയ ഏരിയാസ് എന്നൊക്കെ ആയിരിക്കും. അല്ല, നമ്മുടെ വെറ്റ്ലാൻഡുകൾ, അതായത് നെൽപ്പാടങ്ങൾ, അങ്ങനെയുള്ള വെള്ളം കയറി കിടക്കുന്ന സെമി സോളിഡ് കണ്ടീഷനിൽ നിൽക്കുന്ന ഏരിയാസൊക്കെ നമുക്ക് ഈ പറയുന്ന മാർഷ് ഏരിയാസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. നെൽപ്പാടങ്ങളിൽ നമുക്ക് ഈ ധാരാളം മെത്തനോജൻസ് കാണും. അതിനൊരു നല്ലൊരു എക്സാമ്പിൾ നമുക്ക് ഒരിക്കലും എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ പാലക്കാട് റീജിയനിലൊക്കെ നല്ല വേനൽക്കാലം വരുമ്പോഴത്തേക്കും നെൽപ്പാടങ്ങളൊക്കെ ഉണങ്ങി വരണ്ട് ഇരിക്കുന്നതാണ്. അപ്പൊ അവിടേക്ക് നമ്മൾ സന്ധ്യാസമയങ്ങളിൽ ഉണങ്ങി വരണ്ട് കിടക്കുന്ന ആ നെൽപ്പാടങ്ങളിലേക്ക് സന്ധ്യാസമയങ്ങളിൽ, അതായത് ഇരുട്ട് വരുന്ന സമയങ്ങളിൽ നമ്മൾ നോക്കി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ നെൽപ്പാടങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു സ്പാർക്ക് ഉണ്ടാകുന്നതായിട്ട്, ചെറുതായിട്ട് ഇങ്ങനെ തീ ഇങ്ങനെ കത്തി പോകുന്നതായിട്ട് കാണാം. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മീഥൈൻ, അവിടെ ഉണ്ടായ മീഥൈൻ, അതായത് ഈ നെൽപ്പാടങ്ങളിൽ മാർഷ് ഏരിയയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട മീഥൈൻ പകൽ സമയത്തെ സൺലൈറ്റിന്റെ ടെമ്പറേച്ചറിൽ അതൊന്ന് ഗ്ലോ ചെയ്യുന്നതായിട്ടാണ്. ഓക്കെ, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്താ നമ്മുടെ ഈ ഉള്ള NCERT ബേസ് ചെയ്ത് കുറച്ച് ഹയർ ലെവലിൽ ചോദിച്ചതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നാണ്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ആർക്കിബാക്ടീരിയ നമ്മളിപ്പോൾ കവർ ചെയ്തു. മെത്തനോജൻസ് ആർ മീഥേൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ. They can be observed in biogas fermenters, gut of ruminant animals and marshy areas. 3 സ്ഥലങ്ങളിലായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ടെക്സ്റ്റിൽ ഇത് അത്ര പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ 1, 2, 3 എന്നും പറഞ്ഞൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ അതിനോട് പെറുക്കി എടുത്തൊരു ഓർഡർ ആക്കി തന്നിരിക്കുകയാണ്. അപ്പൊ കൂടെ ഒരു ചെറിയൊരു റൈറ്റിംഗ് പാഡ് വല്ലതും വെച്ചത് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോകണം. പിന്നീട് നിങ്ങളുടെ ഒരു നോട്ട്ബുക്കിലേക്ക് ഇത് നല്ല പ്രോപ്പർ ആയിട്ട് എഴുതി വെക്കുകയും ചെയ്യണം. ഹാലോഫിൽസ് പറഞ്ഞു, മെത്തനോജൻസ് പറഞ്ഞു. തേർഡ് കാറ്റഗറി തെർമോ ആസിഡോഫിൽസ്. ഓക്കെ, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ മീനിങ്, നിങ്ങൾക്ക് മേളിലത്തെ 2 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതിന്റെ മീനിങ്ങിലേക്ക് എത്താൻ സാധിക്കും എന്ന് കരുതുന്നു. തെർമോ മീൻസ് ടെമ്പറേച്ചർ, ആസിഡോ മീൻസ് ആസിഡിറ്റി, ഫിൽ മീൻസ് ലവ്. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചറും ആസിഡിറ്റിയും ഉള്ള സ്ഥലങ്ങളിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ബാക്ടീരിയകളാണ് തെർമോ ആസിഡോഫിൽസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നത്. തെർമോ ആസിഡോഫിൽസ് ബാക്ടീരിയ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? What is thermoacidophils? Archaebacteria which lives in എങ്ങനെയുള്ള റീജിയനിലാണ്? ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ അസിഡിറ്റി റീജിയൻ. ഓക്കെ, ഞാൻ അത് ആ ഒരു സിംഗിൾ ടൈമിലേക്ക് വരുവാണ്. ഹൈ ടെമ്പറേച്ചറും ഹൈ അസിഡിറ്റിയും ഉള്ള ഇത്തരം റീജിയൻസിന് പറഞ്ഞവരാണ് ഹോട്ട് സ്പ്രിങ്സ്. ഹോട്ട് സ്പ്രിങ്സ്. ഓക്കെ, ഈ ജപ്പാനിലൊക്കെ ചില സ്ഥലങ്ങളിൽ മണ്ണിനടിയിൽ നിന്ന് വരുന്ന ഹോട്ട് സ്പ്രിങ്ങുകൾ, ചെറിയ അരുവികൾ, അതായത് 100 ഡിഗ്രി സെൽഷ്യസും അതിന് മുകളിൽ ഹൈ ടെമ്പറേച്ചർ ഉള്ള ചെറിയ സ്ട്രീംസ്, ചെറിയ അരുവികൾ രാജ്യത്തിന്റെ പല സ്ഥലത്തും, എസ്പെഷ്യലി ചൈന റീജിയനിൽ അവിടെയൊക്കെ ധാരാളം ഉണ്ട്. ഈ വെള്ളത്തിന് ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്, ആസിഡിറ്റിയും വളരെ കൂടുതലാണ്. ഇത്രയും ടെമ്പറേച്ചറും അസിഡിറ്റിയും ഉള്ള വെള്ളത്തിൽ പോലും ജീവിക്കുന്ന ബാക്ടീരിയയാണ് തെർമോ ആസിഡോഫിൽസ്. So what is thermo acidophilus? Simply, Archaebacteria lives in hot springs. Archaebacteria lives in hot springs. And what when attach him? Having high temperature and high acidity. Okay, thermo acidophilus are Archaebacteria which lives in hot springs, having high temperature and high acidity. Okay, അപ്പോൾ ഇതിലെ ഫസ്റ്റ് കാറ്റഗറി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. കിങ്ഡം മുനീറിനെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുന്നു. ആർക്കിബാക്ടീരിയ, യൂബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. ആർക്കിബാക്ടീരിയ are ancient bacteria which lives in extreme harsh condition. They are divided into 3 categories: halophils, methanogens and thermoacidophils. Halophils are salt-loving bacteria. Okay, then methanogens are methane producing bacteria that present in biogas fermenters, that of ruminant animals and marshy areas. Then thermoacidophils are Archaebacteria which lives in hot springs, having high temperature and high acidity. Okay, അപ്പൊ ഈ ഏരിയ തിരികെയാണ് ഈ ഒരു ഏരിയ, അതായത് ഫസ്റ്റ് പറഞ്ഞ ഇത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കിബാക്ടീരിയ എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇല്ല, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ. സാർ രണ്ടാമത്തെ പോയിന്റ് ഒന്നും കൂടി പറഞ്ഞു തരുമോ?
ഏതാ മോനെ? രണ്ടാമത്തോ? മെത്തനോജൻസോ? മെത്തനോജൻസ്. ഓക്കെ. ആർക്കിബാക്ടീരിയ എന്താന്ന് കിട്ടിയോ? ആർക്കിബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ വളരുന്ന ബാക്ടീരിയയാണ്. അതായത് ഭൂമി ഉണ്ടായ സമയത്ത് ഭൂമിയിൽ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരുന്നു, അസിഡിറ്റി കൂടുതലായിരുന്നു. ആ സമയത്ത് പോലും ഉണ്ടായിരുന്ന ധാരാളമായിട്ടുണ്ടായിരുന്ന ബാക്ടീരിയയാണ് ആർക്കിബാക്ടീരിയ. പക്ഷെ പിന്നീട് ഇവരുടെ നമ്പർ കുറഞ്ഞു വന്നു. ഇപ്പൊ ആർക്കിബാക്ടീരിയ വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് ആർക്കിബാക്ടീരിയത്തിനെ കാണാൻ കഴിയുന്ന എവിടേക്കാ? ഈ റൂമിനന്റ് അനിമലിന്റെ കട്ടിൽ കാണാം, ബയോഗ്യാസ് ഫെർമെന്റിൽ കാണാം, അതുപോലെ തന്നെ മാർഷ് ഏരിയാസിൽ കാണാം. ഇങ്ങനെ കുറച്ച് ഏരിയാസിൽ. ഹാലോഫിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പിൽ ജീവിക്കുന്ന ബാക്ടീരിയ ആണ്. മെത്തനോജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീതെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ ആണ്. സ്കൂളിലേക്ക് വലിയ ഒരു പേര് പറയില്ല, നാച്ചുറൽ ഗ്യാസ് എന്ന്. നോർമലി നമ്മൾ ബയോഗ്യാസ് നമ്മൾ സാധാരണ നമ്മുടെ LPG ഗ്യാസ് അല്ലാതെ നമ്മൾ സ്കൂളുകളിലേക്ക് അവിടുത്തെ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വലിയൊരു ടാങ്കിൽ ഇട്ടിട്ട് ആ ടാങ്കിൽ നിന്ന് ഒരു ട്യൂബ് ഒക്കെ ഇട്ട് സ്റ്റൗവിലോട്ട് കണക്ട് ചെയ്ത് അത് കുക്ക് ചെയ്യാറുണ്ട്. അവിടെ ഈ വേസ്റ്റ് മെറ്റീരിയൽസിൽ വർക്ക് ചെയ്യുന്ന ആള് മെത്തനോജൻ എന്ന് പറയുന്ന മീതെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ. മെത്തനോജൻസ് ആർ മീതെയിൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ. ഓക്കെ. ഈ മെത്തനോജൻസ് എന്ന് പറയുന്ന ബാക്ടീരിയ നമുക്ക് കാണാൻ സാധിക്കുന്നത് 3 സ്ഥലങ്ങളിലാണ്. ഒന്ന്, അയവിറക്കുന്ന അനിമൽസിന്റെ സ്റ്റൊമക്കിൽ അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈൻ്റെ ഒരു ഭാഗമാണ് ഗട്ട് എന്ന് പറഞ്ഞ ആ ഗട്ട് ഉണ്ട്. റൂമിനന്റ് അനിമൽസിൽ, എല്ലാ അനിമൽസിലും ഇല്ല. അയവിറക്കുന്ന അനിമൽസിന്റെ ഇൻറ്റസ്റ്റൈനിലെ ഗട്ട് പോർഷനിൽ നമുക്ക് മെത്തനോജൻസിനെ കാണാൻ സാധിക്കും. ഓക്കെ. പിന്നെ മെത്തനോജൻസിനെ കാണാൻ സാധിക്കുന്നത് എവിടെയാണ്? മാർഷ് ഏരിയാസ്, ചതുപ്പ് നിലകളിൽ കാണാൻ സാധിക്കും. ഓക്കെ. നമ്മുടെ നെൽവയലുകളിലൊക്കെ ധാരാളം മെത്തനോജൻസ് ഉണ്ട്. മെത്തനോജൻസ് 3 സ്ഥലങ്ങളിലാണ് ഉള്ളത്, കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇപ്പൊ എല്ലായിടത്തും മെത്തനോജൻസും ഹാലോഫിൽസും തെർമോസ്ലോഫിൽസും ഇല്ല. പണ്ട് കാലത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കുറച്ച് ഏരിയയിലേക്ക് മാത്രം റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. മെത്തനോജൻസിനെ കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു. മെത്തനോജൻസ് മീതെയിൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ ആണ്. മീതെയിൻ ഉണ്ടാക്കാൻ കഴിവുള്ള ബാക്ടീരിയ ആണ്. ബയോഗ്യാസ് ഫെർമെന്ററിൽ അതിനെ കാണാൻ സാധിക്കും. ദെൻ റൂമിനന്റ് ചേമ്പർ, കട്ട് ഓഫ് റൂമിനന്റ് അനിമൽസിന്റെ ചേമ്പറിൽ കാണാൻ സാധിക്കും. ദെൻ എവിടെയാണ്? മൂന്നാമതായിട്ട് മാർഷ് ഏരിയസ്, ചതുപ്പ് നിലത്തിൽ കാണാൻ സാധിക്കും. ഓക്കെ. ക്ലിയർ ആണോ മോനെ? ഓക്കെ. നമ്മൾ അടുത്ത ഏരിയയിലേക്ക് വരുന്നേ. ഈ എന്താ പറയുക, ഈ ചാർട്ട് മനസ്സിലുണ്ടായിരിക്കണം. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുനീറ എന്ന് പറയുന്ന ഏരിയ അത് മനസ്സിലുണ്ടായിരിക്കണം. മുനീറയെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്: ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, മൈക്രോപ്ലാസ്മ. അതിൽ ആർക്കി ബാക്ടീരിയ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത യു ബാക്ടീരിയ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലേക്ക് വന്നത്. യു മീൻസ് ട്രൂ എന്നാണ്. ട്രൂ. യു ബാക്ടീരിയ മീൻസ് ട്രൂ ബാക്ടീരിയ. നമ്മുടെ ചുറ്റുപാടും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നതും നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ബാക്ടീരിയ ഗ്രൂപ്പാണെന്ത്? യു ബാക്ടീരിയ. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം മനുഷ്യരുടെ നമ്മളെന്ന് പറഞ്ഞ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യവർഗമാണ് നമ്മള്. നമുക്ക് മുൻപ് ഹോമോ ഇറക്ടസ്, നിയാൻഡർതാൽ എന്നൊക്കെ പറഞ്ഞ പല പല മനുഷ്യരും ഉണ്ടായിരുന്നു. നമ്മൾക്ക് മുൻപ്, നമ്മുടെ ഈ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന ഈ ഹ്യൂമൻ ബീയിങ്, ഈ റേസ് ഉണ്ടാകുന്നതിന് മുൻപ്. ഇപ്പൊ നമ്മൾ ഹോമോ സാപ്പിയൻസ് ആണ്. നമുക്ക് ചുറ്റും ഏറ്റവും കൂടുതൽ കാണുന്ന ബാക്ടീരിയ യു ബാക്ടീരിയ ആണ്, അല്ലെങ്കിൽ ട്രൂ ബാക്ടീരിയ ആണ്. മനസ്സിലായോ? ഈ കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും ഈ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിന് മാറ്റങ്ങൾ വന്ന് പുതിയൊരു ഗ്രൂപ്പായിട്ട് മാറും. നമ്മളിപ്പോ കാണുന്ന മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായ പുതിയൊരു ഗ്രൂപ്പ് ഓഫ് മനുഷ്യരുണ്ടാവും. അപ്പൊ അവരുടെ പേര് ഹോമോ സാപ്പിയൻസ് എന്നായിരിക്കത്തില്ല, വേറെ എന്തെങ്കിലും ഒരു പേരായിരിക്കും. ആ സമയമാകുമ്പോൾ ഈ യു ബാക്ടീരിയ ചിലപ്പോൾ മാറും. യു ബാക്ടീരിയ കംപ്ലീറ്റ് മാറിയിട്ട് മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമുക്ക് എന്താ ഈ കൊറോണ വൈറസസ് ഒക്കെ വന്നപ്പം വന്ന സമയത്ത് വേരിയന്റ് അല്ല, ഓരോ വീക്കിലും ഓരോ മന്തിലും പുതിയ പുതിയ വേരിയന്റ് ആയിട്ട് മാറും. അതിന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ജിനോടൈപ്പ്, ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ധാരാളം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേപോലെ ഇനിയും മുന്നോട്ട് മാറ്റങ്ങൾ വരാൻ. ഓക്കെ, ഇത് അവിടെ നിൽക്കട്ടെ. യു ബാക്ടീരിയ ട്രൂ ബാക്ടീരിയ ആണ്. നമുക്ക് ചുറ്റും ഇപ്പോൾ കാണുന്ന ബാക്ടീരിയ ആണ്. യു ബാക്ടീരിയത്തിനെ 2 ഗ്രൂപ്പ് എടുത്തിരിക്കാം. ബാക്ടീരിയ ഉണ്ട്, സയനോ ബാക്ടീരിയ ഉണ്ട്. യു ബാക്ടീരിയത്തിനെ 2 ഗ്രൂപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു: ബാക്ടീരിയ ആൻഡ് സയനോ ബാക്ടീരിയ. ഓക്കെ, ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണ്. യു ബാക്ടീരിയത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണ്. ഈ നോട്ട് വേണമെങ്കിൽ ഷെയർ ചെയ്യണമെങ്കിൽ തന്നേക്കാം. ഞാൻ വാട്സപ്പ് ഇട്ട് കൊടുത്താൽ നമുക്ക് പഠിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ, ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തേക്കാം. എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. ആർക്കീവ് നമ്മൾ ഇത്രയും കാര്യങ്ങളെ പറഞ്ഞുള്ള ആർക്കീവ് ബാക്ടീരിയ, ഹാലോഫിൽസ് ഉണ്ട്, തെർമോസ്ലോഫിൽസ്, മെത്തനോജൻസ് ഉണ്ട്. അവിടെ അത് എവിടെയാണ് കാണുന്നത്, ആ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളത്. അടുത്ത രണ്ടാമത്തിലേക്ക് വന്ന് യു ബാക്ടീരിയ. യു ബാക്ടീരിയ സെക്കൻഡ് കാറ്റഗറി യു ബാക്ടീരിയ. ഓക്കെ, ഉണ്ടോ?
They are bacteria which include bacteria and cyanobacteria. Cyanobacteria വേറൊരു പേരും കൂടെ പറയും ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയും. സയനോബാക്ടീരിയയുടെ വേറൊരു പേരാണ് ബ്ലൂ ഗ്രീൻ ആൽഗെ. ഓക്കെ, ദെൻ ബാക്ടീരിയയിലേക്ക് വരുന്നു. ബാക്ടീരിയ ആർ യൂണിസെല്ലുലാർ മൈക്രോസ്കോപ്പിക് മുനീറൻസ്. ഒരേ ഒരു കോശം മാത്രമുള്ള, ഒരു സെല്ല് മാത്രമുള്ള, മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാൽ മാത്രം കാണാൻ സാധിക്കുന്ന മുനീറ മെമ്പേഴ്സ് ആണ് ബാക്ടീരിയ. ദേ ആർ യൂണിസെല്ലുലാർ മൈക്രോസ്കോപ്പിക് മുനീറൻസ്. ഇനി ബാക്ടീരിയക്ക് പല ഷേപ്പുകളുണ്ട്. ബാക്ടീരിയത്തിന്റെ ഷേപ്പിനെ അനുസരിച്ച് ബാക്ടീരിയയെ പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. ഞാൻ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ബാക്ടീരിയത്തിന്റെ ഷേപ്പ് ഓഫ് ബാക്ടീരിയ. ബാക്ടീരിയക്ക് 4 ബേസിക് ഷേപ്പുകളുള്ളത്. ഇപ്പൊ തന്നെ പഠിച്ചോണം, പിന്നത്തേക്ക് വെക്കാതെ കൊണ്ട് 4 ഷേപ്പുകളാണ് ബാക്ടീരിയ കാണാൻ സാധിക്കും. ഒന്ന് കോക്കസ്. കോക്കസ് ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു പഠിച്ചോണേ, കോക്കസ്. അടുത്ത രണ്ടാമത്തെ ബാസിലസ്. മൂന്നാമത്തെ വിബ്രിയോ. ലാസ്റ്റ് വൺ ഈസ് സ്പൈറലം. ഈ 4 ഷേപ്പുകളാണ്. ഏതൊക്കെയാണ് 4 ഷേപ്സ്? കോക്കസ്, ബാസിലസ്, വിബ്രിയോ ആൻഡ് സ്പൈറലം. കോക്കസ് എന്ന് പറഞ്ഞാൽ സ്പെരിക്കൽ ഷേപ്ഡ് ബാക്ടീരിയ ആണ്. ഓക്കെ, ബാസിലസ് റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ആണ്, നമ്മുടെ ക്യാപ്സ്യൂളൊക്കെ പോയിരിക്കുന്നത്. വിബ്രിയോ കോമ ഷേപ്ഡ് ബാക്ടീരിയ. സ്പൈറലം പേനയ്ക്കകത്ത് കിടക്കുന്ന സ്പ്രിങ് പോലെ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന സ്പൈറൽ ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. ഇതാണ് 4 ഷേപ്പുകൾ ബാക്ടീരിയത്തിന്റെ. കോക്കസ്, ബാസിലസ്, വിബ്രിയോ ആൻഡ് സ്പൈറലം. കോക്കസ് എങ്ങനെയാണ്? സ്പെരിക്കൽ ഷേപ്ഡ് ആണ്. സ്പെരിക്കൽ ഷേപ്പ്. ബാസിലസോ റോഡ് ഷേപ്ഡ്, ROD ഉള്ള റോഡ് ഷേപ്പ്. ഞാൻ വളരെ സാവകാശമാണ് പറഞ്ഞത്, നിങ്ങൾക്ക് എഴുതിയെടുക്കാനൊക്കെ ഉള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. കൂടെ എഴുതുകയും കൂടെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് കാര്യം തലയിലേക്ക് കയറും കേട്ടോ. വിബ്രിയോ കോമ ഷേപ്പ്. ഓക്കെ, മൊബൈൽ എവിടെയെങ്കിലും വെച്ചിട്ട് അവിടെ എന്താ പറഞ്ഞത് സെറ്റിയിലൊക്കെ സുഖമായിട്ട് ചാരി കിടന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നും തലയിലേക്ക് കയറത്തില്ല. കൂടെ ഒന്ന് ഇരിക്കണം. ഒത്തിരി സ്ട്രെയിൻ എടുത്ത് ഒന്ന് പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഇപ്പൊ തന്നെ പഠിക്കാം. സ്പൈറൽ എന്ന് പറയുന്നത് സ്പൈറൽ ഷേപ്പ്. ഓക്കെ, അപ്പം ഷേപ്സ് ഓഫ് ബാക്ടീരിയ. നമുക്ക് എക്സാമിന് 3 മാർക്കിന്റെ വിടും എന്നൊക്കെ ഡയറക്റ്റ് 3 മാർക്കിന് ചോദിക്കാം. കേരള സിലബസിലാണെങ്കിൽ ഓക്കെ, CBSE ആണെങ്കിൽ 4 മാർക്ക് വരെ ചോദിക്കാം. 4 എഴുതി അതിന്റെ ഡീറ്റെയിൽസ് എഴുതി കഴിഞ്ഞാൽ 4 മാർക്ക് കിട്ടും. കേരളയിൽ 3 മാർക്കാണ് മാക്സിമം മാർക്ക് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ ചോദിക്കാൻ കൊടുക്കാൻ. ഇപ്പൊ പഠിച്ചു എന്ന് കരുതുന്നു. കോക്കസ്, ബാസിലസ്, വിബ്രിയോ ആൻഡ് സ്പൈറലം. കോക്കസ് സ്പെരിക്കൽ ഷേപ്ഡ്, ബാസിലസ് റോഡ് ഷേപ്ഡ്, വിബ്രിയോ കോമ ഷേപ്ഡ്, സ്പൈറലം സ്പൈറൽ ഷേപ്ഡ്. ഇനി ചിലപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ഒക്കെ നോക്കുമ്പോഴേ ഈ ബാസിലസിനൊക്കെ ഇങ്ങനെ പടം വരച്ച് അതിന്റെ അറ്റത്ത് ഇങ്ങനെ 2 സംഭവം കിട്ടും. ഇതിന്റെ ഫ്ലജെല്ലയാണ്. കോമ ഷേപ്ഡ് ആണെങ്കിൽ എന്താ ഇങ്ങനെ ഇതിന്റെ ഫ്ലജെല്ലയാണ്. ബാക്ടീരിയ മൂവ് ഇവിടെ ഏൽപ്പിച്ചിട്ട് കാണിച്ചത്. ബാസിലസ് സിംഗുലർ ആണ്, ബാസിലെ പ്ലൂറൽ ആണ്. കണ്ടോ, ഇതിന്റെ ബോഡിക്കകത്തിരിക്കുന്ന സ്പോറിന്റെ പടമൊക്കെ തന്നിട്ടുണ്ട്. അതായത് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ട്രക്ചർ ആണ് അതിന്റെ സ്പോർ. സ്പോർ ഉണ്ട്. സ്പൈറെല്ലാം വരച്ചിരിക്കുന്നുണ്ട്. ഇങ്ങനെ വരച്ചിട്ട് അറ്റത്ത് കൊണ്ട് കുറെ ഫ്ലജെല്ലാം വരച്ചിരിക്കുന്നുണ്ട്. ഇത് വിബ്രിയാണ്. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് കോക്കസ് തന്നിട്ടില്ല. അതാ ഇത് കോക്കസ് ഉണ്ട്, ബാസിലസ് ഉണ്ട്, വിബ്രിയോ ഉണ്ട്, സ്പൈറൽ. ഇത് ടെക്സ്റ്റിലെ പിക്ചർ ആണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത് ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റ് കട്ട് അതിന്റെ ഒരു പോർഷൻ കൊണ്ട് കട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇനി ഈ ബാക്ടീരിയയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ഹാവ് കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ. ബാക്ടീരിയക്ക് ഇന്ന സ്ഥലത്ത് കാണുന്നു എന്ന് പറയാൻ പറ്റില്ല. ബാക്ടീരിയ എല്ലാ റീജിയനിലും ഡിസ്ട്രിബ്യൂട്ടഡ്. ദേ ആർ കോസ്മോപൊളിറ്റൻലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, നമ്മുടെ ബോഡി സർഫസിൽ ധാരാളം ബാക്ടീരിയ ഉണ്ട്. നമ്മുടെ മൗത്തിലുണ്ട് ബാക്ടീരിയ. നമ്മുടെ പല്ലുകളിൽ പറ്റിപ്പിടിച്ച ബാക്ടീരിയ ഉണ്ട്. നമ്മുടെ ഇൻഡസ്റ്റൈനിലുണ്ട്. ഓക്കെ, ഭിത്തിയിലും നമ്മളിരിക്കുന്ന ബെഞ്ചിലും ഡെസ്കിലും എയറിലും എല്ലാം ബാക്ടീരിയ ഉണ്ട്. ഓക്കെ, hundreds of bacteria are present in a handful of soil. ഒരു കൈ മണ്ണ് എടുത്തു കഴിഞ്ഞാൽ അത് 100 ബാക്ടീരിയ കാണും. Also, they live also in extreme habitats such as springs, deserts, snow, deep oceans. Okay, എവിടെയൊക്കെ വളരാൻ പറ്റും അവിടെയൊക്കെ അവർ വളരുന്നുണ്ട്. പിന്നെ അതിന്റെ ഷേപ്പുകൾ എക്സ്പ്ലനേഷൻ വേണ്ട. ഷേപ്പുകൾ ഉള്ളത് കോക്കസ്, ബാസില്ല ആൻഡ് സ്പൈറൽ. ഓക്കെ, then കണ്ടിന്യൂ ചെയ്യുവാണേ, മുന്നോട്ട് പോവാണ്. ഷേപ്പ് ഓഫ് ബാക്ടീരിയ നമ്മളിപ്പോൾ പറഞ്ഞു. ഇല്ല, ഇന്ന് ലേറ്റ് ആയിട്ട് തുടങ്ങിയേ.
ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? സംസാരിക്കുന്ന ആള് ആ ഫോണൊന്ന് ഇത് മൈക്കൊന്ന് കട്ട് ചെയ്തിട്ട് സംസാരിക്കണേ. ഓക്കെ, ഇനി നമ്മൾ അടുത്തപ്പോ നമ്മളിപ്പം ബാക്ടീരിയത്തിന്റെ ഷേപ്പ് ആണ് പറഞ്ഞത്. കോക്കസ്, ബാസിലസ്, വിബ്രിയോ ആൻഡ് സ്പൈറൽ എന്ന 4 ഷേപ്പുകളുള്ളത്. ഇനി ബാക്ടീരിയത്തിന്റെ ന്യൂട്രീഷൻ നമ്മൾ പറയാൻ പോവാണ്. ബേസിക്കലി ഇവിടെ കണ്ടോ ന്യൂട്രീഷൻ ബാക്ടീരിയ നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞിരുന്നു. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. ന്യൂട്രീഷൻ ബാക്ടീരിയ ഉണ്ടോ? ന്യൂട്രീഷൻ മേ ബി ഓട്ടോട്രോപിക് ഓർ ഹെറ്ററോട്രോപിക്. ബാക്ടീരിയ 2 കാറ്റഗറിയിൽ പെടുന്നുണ്ട്. സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ കഴിയുന്ന ബാക്ടീരിയ ഉണ്ട്, ഫുഡിന് വേണ്ടി മറ്റാൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ബാക്ടീരിയ. അങ്ങനെ 2 കാറ്റഗറി ഓഫ് ബാക്ടീരിയ ഉള്ളത്. അത് നമുക്ക് ഓട്ടോട്രോപിക്കിലേക്ക് വരാം. വാട്ട് ഈസ് ഓട്ടോട്രോപിക് ബാക്ടീരിയ? They synthesize their own food from inorganic substance. Okay, inorganic substance യൂസ് ചെയ്ത് അതിൽ നിന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ബാക്ടീരിയയാണ് ഓട്ടോട്രോപിക് ബാക്ടീരിയ. അതായത് ചില ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ഉണ്ട്, അതിന് കാർബൺ ഡയോക്സൈഡും വാട്ടറും സൺലൈറ്റും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വന്തമായിട്ട് അതിന് വേണ്ട ഫുഡ് പ്രിപ്പയർ ചെയ്യും. അങ്ങനെ ഇനോർഗാനിക് സബ്സ്റ്റൻസസ് യൂസ് ചെയ്ത് അതിൽ നിന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ബാക്ടീരിയയാണ് ഓട്ടോട്രോപിക് ബാക്ടീരിയ. ബേസ്ഡ് ഓൺ ദ എനർജി ഒബ്റ്റെയിൻ നീഡഡ് ഫോർ ദ synthesis of food, bacteria may be divided into 2 types. Okay, and autotrophic bacteria തന്നെ 2 തരത്തിലുണ്ട്. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്പ് ഉണ്ട്, കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്പ്. ഇത് രണ്ടും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. എന്താണ് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്പ് എന്ന് പറഞ്ഞാൽ? ഫോട്ടോസിന്തസിസിൽ കൂടി സ്വന്തമായിട്ട് വേണ്ട ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ബാക്ടീരിയസ് ആണ് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപിക് ബാക്ടീരിയ. they prepare their own food from energy obtained from sunlight. സൺലൈറ്റ് യൂസ് ചെയ്ത് ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ മിക്സ് ചെയ്ത് സ്വന്തമായിട്ട് ഫുഡ് ഫോട്ടോസിന്തസിസ് കൂടി പ്രിപ്പയർ ചെയ്യുന്ന ബാക്ടീരിയയാണ് ഫോട്ടോസിന്തറ്റിക്കലി ഓട്ടോട്രോപിക് ബാക്ടീരിയ. ദെൻ കീമോസിന്തറ്റിക് ഓട്ടോട്രോപിക് ബാക്ടീരിയ എന്താണ്? ഇത് ഓക്സിഡൈസ് വേരിയസ് ഇനോർഗാനിക് സബ്സ്റ്റൻസ് ബ്രേക്ക് ഡൗൺ ചെയ്യും. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈംസ് ഉപയോഗിച്ച് ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ ഫർദർ ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് കീമോസിന്തറ്റിക് ബാക്ടീരിയ. Okay, they play a great role in recycling of elements like nitrogen, phosphorus, iron, sulfur, etc. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മണ്ണിലേക്ക് വലിച്ചെറിയുന്ന എന്തെങ്കിലും വേസ്റ്റ് പാർട്ടിക്കിൾസ്, നമ്മുടെ വീട്ടിൽ നിന്നുള്ള വെജിറ്റബിൾസിന്റെ ബാലൻസോ ഫുഡിന്റെ ബാലൻസോ ഒക്കെ നമ്മൾ മണ്ണിലേക്ക് വലിച്ചെറിയുമ്പോൾ എന്ത് ഫുഡ് പാർട്ടിക്കിൾ ആണെങ്കിലും അത് ഉണ്ടാക്കിയിരിക്കുന്ന കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ് ഇങ്ങനെയുള്ള കമ്പോണൻസ് കൊണ്ടാണ്. ഏത് ഫുഡ് പാർട്ടിക്കിൾസും ഏത് കമ്പോണന്റ് ആണെങ്കിലും ഇതിനെ ബാക്ടീരിയ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ, ഇപ്പം നമ്മൾ കുറച്ച് ചോറ് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ആ ചോറ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ആണ്, ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസിൽ എന്തൊക്കെയുണ്ട്? ഗ്ലൂക്കോസ് പറഞ്ഞാൽ C6H12O6 ആണ്. അതിൻ്റെ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഈ വലിച്ചെറിഞ്ഞ് കളയുന്ന ചോറിനെ ഈ ബാക്ടീരിയ, അതായത് കീമോട്രോപിക് ബാക്ടീരിയ ബ്രേക്ക് ഡൗൺ ചെയ്യും. ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിന് നമ്മുടെ കാർബൺ ഫ്രീ ആകും, ഹൈഡ്രജൻ ഫ്രീ ആകും, ഓക്സിജൻ ഫ്രീ ആകും. ഇങ്ങനെ ഇതിനെ ഫ്രീ ആക്കുന്ന സമയത്ത് എനർജി റിലീസ് ചെയ്യപ്പെടും. ഈ എനർജി ആര് യൂസ് ചെയ്യും? ഈ ബാക്ടീരിയ യൂസ് ചെയ്യും. അങ്ങനെ കണ്ടോ എലമെന്റ് ഫ്രീ ആയത് കണ്ടോ? ഇങ്ങനെ നമ്മൾ വലിച്ചെറിഞ്ഞ ഫുഡ് പാർട്ടിക്കിളിൽ നിന്ന് ഫ്രീ ആയ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്ത് ചെയ്യും? ആനിമൽസും പ്ലാന്റും ഒക്കെ യൂസ് ചെയ്യും. അത് പിന്നെയും പുതിയ പ്രോഡക്റ്റുകളായിട്ട് പറയും. ഇങ്ങനെ ഇത് റീസൈക്കിൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ബേസിക്കലി നമ്മൾ ഓർക്കേണ്ടത് ഓട്ടോട്രോപിക് ബാക്ടീരിയ 2 ഗ്രൂപ്പ് ഉണ്ട്. ഫോട്ടോസിന്തസിസിൽ കൂടി ഫുഡ് ഉണ്ടാക്കുന്നതും കെമിക്കൽ സബ്സ്റ്റൻസിന്റെ ബ്രേക്ക് ഡൗൺ കൂടി ഫുഡ് ഉണ്ടാക്കുന്നത്. അത് ഹെറ്ററോട്രോപിക് ബാക്ടീരിയയിലേക്ക് വരുന്നത്. സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയാത്ത ബാക്ടീരിയയാണ് ഹെറ്ററോട്രോപിക്. അവര് പ്രധാനമായിട്ടും പാരസൈറ്റിക് ഉണ്ട്, പിന്നെ സാപ്രോഫൈറ്റിക് ഉണ്ട്, സിംബയോട്ടിക് ഉണ്ട്. പാരസൈറ്റിക് എന്താണ്? ഫുഡിന് വേണ്ടിയിട്ട് ഒരു ബാക്ടീരിയ ഫുഡിന് വേണ്ടിയിട്ട് ഒരു ലിവിങ് കമ്പോണന്റിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് പാർട്ട്ണറിൽ നിന്നും ഫുഡ് അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ എനർജി ഒബ്റ്റെയിൻ ചെയ്യുന്ന ബാക്ടീരിയയാണ് പാരസൈറ്റിക്. അതേസമയം സാപ്രോഫൈറ്റിക് എന്ന് പറയുന്നത് ഡെഡ് ഓർഗാനിക് മാറ്ററിൽ നിന്ന് ഫുഡ് അബ്സോർബ് ചെയ്യുന്ന ആൾക്കാരാണ്. സിംബയോട്ടിക്കോ? സിംബയോട്ടിക് എന്ന് പറഞ്ഞാൽ 2 പേര് തമ്മിലുള്ള അസോസിയേഷൻ ആണ് സിംബിയോസിസ്. 2 പേർക്കും അതിനകത്ത് ഗുണം വേണം. ഓക്കെ, അസോസിയേഷൻ വിത്ത് റൈസോബിയം. റൈസോബിയം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ സിംബിയോട്ടിക്കിന് എക്സാമ്പിൾ റൈസോബിയം ഉണ്ട്. ഈ പയറുകളുടെയൊക്കെ പയറിന്റെയൊക്കെ റൂട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം നൊഡ്യൂൾസ്, മുഴകൾ പോലെ കാണാൻ സാധിക്കും. പയറോ അല്ലെങ്കിൽ തൊട്ടാവടിയോ, പയറും തൊട്ടാവടിയൊക്കെ ഒരേ കുടുംബത്തിൽ പെടുന്ന 2 പ്ലാന്റുകളാണ്. കാണാൻ തമ്മിൽ വലിയ സാമ്യതയൊന്നുമില്ലെങ്കിൽ 2 ഒരേ ഗ്രൂപ്പിൽ വരുന്നതാണ്.
പയറിന്റെയോ തൊട്ടാവാടിയോ മണ്ണിന്ന് വലിച്ചു പറിച്ചെടുത്ത് നോക്കണം, പേര് പൊട്ടാതെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ധാരാളം ഇങ്ങനെ മുഴകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഈ മുഴകൾ ഇതിനുള്ളിലായിട്ട്, ഈ മുഴകൾക്കുള്ളിലായിട്ട് ബാക്ടീരിയ ഇരിപ്പുണ്ട്. മനസ്സിലായോ? ഈ ബാക്ടീരിയ ചെയ്യുന്നത് അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജൻ വലിച്ചെടുത്ത്, അന്തരീക്ഷത്തിലെ നൈട്രജൻ വലിച്ചെടുത്ത് ഇനി പ്ലാന്റിന് കൊടുക്കുന്നു. പീ പ്ലാന്റ് ആണ് പീ പ്ലാന്റ്, തൊട്ടാവാടിയാണ് തൊട്ടാവാടി കൊടുക്കുന്നു. ഏത് പ്ലാന്റിലെ റൂട്ടിലാണ് ബാക്ടീരിയ ഇരിക്കുന്നത് ആ പ്ലാന്റിന് അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ അബ്സോർബ് ചെയ്ത് ആ പ്ലാന്റ് കൊടുക്കും. നൈട്രജൻ അബ്സോർബ് ചെയ്ത് അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്താൽ കൊടുക്കുന്നത്. ഒന്നും ഇപ്പൊ പറഞ്ഞ നിങ്ങൾക്ക് തലയിലേക്ക് കയറത്തില്ല. നൈട്രജനെ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ വേണ്ടി റൂട്ടിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഈ ബാക്ടീരിയ സഹായിക്കുന്നു. അപ്പം ഈ പറയുന്ന പ്ലാന്റിന്റെ ഗുണമായി പ്ലാന്റിന് അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് നൈട്രജൻ അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. അതുകൊണ്ട് ഈ ബാക്ടീരിയ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ അബ്സോർബ് ചെയ്ത് പ്ലാന്റിന് കൊടുക്കുന്നു. സോ പ്ലാന്റിന്റെ പോസിറ്റീവ് സൈഡായി. തിരിച്ച് ഈ പ്ലാന്റ് ബോഡിയിൽ പ്ലാന്റ് ഫോട്ടോസിന്തസിൽ കൂടി ഉണ്ടാക്കുന്ന ഫുഡിന്റെ ഒരു പാർട്ട് ബാക്ടീരിയക്ക് അബ്സോർബ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡിന്റെ ഒരു പാർട്ട് ഈ പറയുന്ന ബാക്ടീരിയക്ക് കിട്ടും. അതുകൂടാതെ ബാക്ടീരിയയുടെ ഈ റൂട്ട് നോഡ്യൂളിനകത്ത്, ഈ മുഴകൾക്കകത്ത് ഷെൽട്ടർ, താമസ സൗകര്യം കൊടുക്കും. ഈ ഒരു അസോസിയേഷൻ, അതായത് പ്ലാന്റും ബാക്ടീരിയയും തമ്മിലുള്ള അസോസിയേഷനിൽ പ്ലാന്റിന് ഗുണമുണ്ട്, നൈട്രജൻ കിട്ടുന്നു. ബാക്ടീരിയക്ക് ഗുണമുണ്ട്, ഷെൽട്ടർ കിട്ടി. അതോടൊപ്പം തന്നെ എന്താ, ഫുഡ് പാർട്ടിക്കിൾസ് കിട്ടി. ഇങ്ങനെ രണ്ടുപേര് തമ്മിലുള്ള അസോസിയേഷനിൽ രണ്ടുപേർക്കും ഗുണമുണ്ടെങ്കിൽ അതിനെ സിംബയോസിസ് എന്ന് വിളിക്കാം. രണ്ടുപേര് തമ്മിലുള്ള അസോസിയേഷനിൽ രണ്ടുപേർക്കും അതുകൊണ്ട് ഉപയോഗം, ഗുണമുണ്ടെങ്കിൽ എന്ത് വിളിക്കാം? സിംബയോസിസ് എന്ന് വിളിക്കാം. അപ്പൊ ചില ബാക്ടീരിയ എങ്ങനെ ജീവിക്കുന്നത്? സിംബയോട്ടിക് അസോസിയേഷനിൽ ജീവിക്കുന്നത്. സിംബയോട്ടിക് അസോസിയേഷനിൽ ജീവിക്കുന്ന ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ് റൈസോബിയം. റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ എവിടെ ജീവിക്കുന്നു? നമ്മുടെ പീ പ്ലാന്റുകളിൽ, അല്ലെങ്കിൽ ലെഗുമിനസ് പ്ലാന്റ്സ് എന്ന് പറയും. LEGUMINOUS. ലെഗുമിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയറിന്റെ കുടുംബത്തിൽ പെടുന്ന പ്ലാന്റുകൾക്ക് വിളിക്കുന്ന പേരാണ് ലെഗുമിനസ്. പയറും ബീൻസും തൊട്ടാവാടിയും ഒക്കെ ഈ ഗ്രൂപ്പിനകത്ത് വരുന്ന ലെഗുമിനസ് പ്ലാന്റ്സിന്റെ റൂട്ട് നോഡ്യൂളിലാണ് കാണുന്നത്. ഞാൻ ന്യൂട്രീഷൻ ബാക്ടീരിയ എന്നുള്ള ആ പോർഷനിലേക്ക് ഒന്നും കൂടെ പോവുകയാണ്. നമുക്ക് ന്യൂട്രീഷനെ ബേസ് ചെയ്ത് ബാക്ടീരിയത്തിനെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കാം. ഒന്ന് ഓട്ടോട്രോപിക് ബാക്ടീരിയ, രണ്ട് ഹെക്ടോട്രോപിക് ബാക്ടീരിയ. ഓട്ടോട്രോപിക് ബാക്ടീരിയ രണ്ട് തരത്തിലുണ്ട്. ഫോട്ടോ ഓട്ടോട്രോപിക്കും കീമോ ഓട്ടോട്രോപിക്കും. ഹെട്രോട്രോപിക് ബാക്ടീരിയ മൂന്ന് തരത്തിലുണ്ട്. പാരസൈറ്റിക് ഉണ്ട്, സാപ്രോഫൈറ്റിക് ഉണ്ട്, സിംബയോട്ടിക്. ഓക്കെ, അപ്പൊ എക്സാമിന് ചോദിക്കുകയാണ് ഗിവ് എ ബ്രീഫ് അക്കൗണ്ട് ഓൺ ന്യൂട്രീഷൻ ഇൻ ബാക്ടീരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ന്യൂട്രീഷൻ ബാക്ടീരിയ അത് രണ്ടായിട്ട് തിരിച്ചിട്ട് ഓട്ടോട്രോപിക്കും ഹെട്രോട്രോപിക്കും കൊടുത്തിട്ട് നമ്മൾ നേരത്തെ എഴുതി കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ കിട്ടും. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ഒരു തവണ വായിച്ചാൽ പോലും നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യാനൊന്നുമില്ല. ഒന്ന് തരംതിരിച്ച് ഓർത്ത് മാത്രം വെച്ചാൽ മതി. ഇനി നമ്മൾ അടുത്തതിലേക്ക് വരും. ബാക്ടീരിയത്തിന്റെ റീപ്രൊഡക്ഷൻ. ബാക്ടീരിയ എങ്ങനെയാണ് അതിന്റെ അടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്നത്? റീപ്രൊഡക്ഷൻ. ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡിന് പറഞ്ഞ പേരാണ് ബൈനറി ഫിഷൻ. ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡിന്റെ പേരാണ് ബൈനറി ഫിഷൻ. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാം. ഈ ബൈനറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബൈ മീൻസ് ടു ആണ്. ഇതാണ് ഒരു ബാക്ടീരിയ. ഈ ബാക്ടീരിയ റീപ്രൊഡക്ഷൻ നടത്തുമ്പോൾ അത് അതിന്റെ ജനറ്റിക് മെറ്റീരിയലാണ്. DNA യോ RNA ഒക്കെ ആയിരിക്കും. DNA ആണ് മോസ്റ്റ് കേസിൽ. ആദ്യം സംഭവിക്കുന്നത് ഇതിന്റെ നടുക്ക് ഇങ്ങനെ ഒരു ഡിപ്രഷൻ അകത്തേക്ക് വരും. ഉണ്ടോ? ബാക്ടീരിയത്തിന്റെ ബോഡിക്കകത്തേക്ക് രണ്ട് സൈഡിൽ നിന്നും അകത്തേക്ക് ഒരു ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അത് ഗ്രാജുവലി വന്ന് നടുക്ക് വന്ന് ടച്ച് ചെയ്യും. ഞാൻ ടച്ച് ചെയ്യുന്ന രീതി വരയ്ക്കുവാണേ. ടച്ച് ചെയ്യുമ്പോൾ ഇതിനകത്ത് DNA കണ്ടന്റൊക്കെ സെപ്പറേറ്റ് ചെയ്യും. ഇനി ഈ ഇൻവാജിനേഷൻ, നമുക്ക് ഇൻവാജിനേഷൻ പറയാം. അകത്തേക്കുള്ള ഫോൾഡിങ് എന്ന് പറഞ്ഞതാണ് ഇൻവാജിനേഷൻ. ഈ ഇൻവാജിനേഷൻ വന്ന് നടുക്ക് വന്ന് നടുക്ക് വന്ന് ടച്ച് ചെയ്യും. കണ്ടോ? ഈ ടച്ചിങ് പോർഷൻ അങ്ങ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇതൊരു ബാക്ടീരിയ ആകും, ഇത് മറ്റൊരു ബാക്ടീരിയ ആകും. കണ്ടോ? ഒരു ബാക്ടീരിയയിൽ നിന്ന് രണ്ട് യങ് വൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ പ്രോസസ്സിന്റെ പേരാണ് നമ്മളിപ്പോൾ ചെയ്ത ബൈനറി ഫിഷൻ. കണ്ടോ? ബൈനറി ഫിഷന്റെ ഒരു പിക്ചർ റെപ്രസെന്റേഷൻ ആണ് തന്നിരിക്കുന്നത്. ഒരു ബാക്ടീരിയന്റെ ഒരു പോർഷൻ അടുത്ത് ചെറിയ ഇൻവാജിനേഷൻ വന്ന് ബാക്ടീരിയ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് മാറുകയാണ്. സോ ബൈനറി ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ടീരിയ ഡിവൈഡ് ചെയ്ത് രണ്ട് ഡോട്ടർ സെല്ലായിട്ട് മാറുന്ന പ്രോസസ്സാണ്. ഓക്കെ, ഇനി ഈ ബൈനറി ഫിഷൻ നടക്കുന്ന എപ്പോഴാണ്? കണ്ടീഷൻ അനുകൂലം,
അത് ജീവിക്കുന്ന സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലാണ്, ഫേവറബിൾ കണ്ടീഷനിലാണ് ഈ പറഞ്ഞ ബൈനറി ഫിഷൻ നടക്കുന്നത്. ഓക്കെ, ബാക്ടീരിയക്ക് ഫുഡും അതിന് ചുറ്റുമുള്ള എൻവയോൺമെന്റൽ സിറ്റുവേഷൻസും എല്ലാം നല്ലതാണെങ്കിലാണ് അത് ബൈനറി ഫിഷൻ നടക്കുന്നത്. ഇനി അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻ, ബാക്ടീരിയ വളരുന്ന സിറ്റുവേഷൻ മോശമാണ്, അതിന് പറ്റുന്ന ഫുഡോ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സിറ്റുവേഷൻസോ ഒന്നും ബെറ്റർ അല്ല എങ്കിൽ ബാക്ടീരിയ സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതാണ് സ്പോർ. കണ്ടോ, ഈ ബാക്ടീരിയത്തിന്റെ ബോഡിക്കകത്ത് ബാക്ടീരിയ, ഇതാണ് ഒരു ബാക്ടീരിയ. ഈ ബാക്ടീരിയത്തിന്റെ ബോഡിക്കകത്ത് കണ്ടന്റ് എല്ലാം കൂടെ ഉരുണ്ടുകൂടി ഒരു തിക്ക് സബ്സ്റ്റൻസ് ആയിട്ട് മാറും. ഇതെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കും. ഇനി ഇതിന് ചുറ്റും ഒരു കട്ടിയുള്ള കവറിങ് ചുറ്റും. ഇത് മണ്ണിൽ എത്ര നാൾ വേണമെങ്കിൽ റെസിസ്റ്റന്റ് ആണ് ബാക്കി എൻവയോൺമെന്റൽ ആയിട്ടുള്ള കമ്പൗണ്ട്സ്. ഇപ്പം ചൂട് കൂടുതലായാലും വെള്ളത്തിന്റെ ഉള്ളിലായി പോയാലും ഒന്നും പ്രശ്നമൊന്നുമില്ല, അതിനെല്ലാം റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇതിനുണ്ട്. സ്പോർ എന്ന് പറഞ്ഞ ബാക്ടീരിയത്തിന്റെ സ്പോർ ഹൈലി റെസിസ്റ്റന്റ് ബയോളജിക്കൽ മെറ്റീരിയൽ ആണ്. അത് നമുക്ക് മുനീറയുടെ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോഴേക്ക് ചെയ്യാം. അപ്പം ഈ സ്പോറിന് ചുറ്റും കട്ടിയുള്ള ഒരു കവറിംഗ് ഉണ്ട്. ഡിപ്പിക്കോളിനിക് ആസിഡ് എന്ന് പറഞ്ഞൊരു കെമിക്കൽ സബ്സ്റ്റൻസ് കൊണ്ട് ഒരു കവറിംഗ് ഉള്ളത് കൊണ്ട് ഈ ബാക്ടീരിയസിന്റെ സ്പോർ ഹൈലി റെസിസ്റ്റന്റ് ആണ്. മണ്ണിലൊക്കെ എത്ര നാൾ വേണേലും കിടന്നാൽ ഒരു പ്രശ്നമൊന്നുമില്ല. എപ്പോഴാണ് കണ്ടീഷൻ ഫേവറബിൾ ആവുന്നത് ആ സമയത്ത് ഇത് തിരിച്ച് നമ്മൾ പറഞ്ഞ് ഇത് കണ്ടല്ലോ, കണ്ടീഷൻ ഫേവറബിൾ ആവുന്നതിനുള്ള കവറിംഗ് ഒക്കെ റിലീസ് ചെയ്തു പോകും. എന്നിട്ട് ഇത് പഴയതുപോലെ എല്ലാം ലൂസ് ചെയ്ത് പഴയ രീതിയിലേക്ക്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ബൈനറി ഫിഷൻ ആണ്. ഒരു ബാക്ടീരിയ ഡിവൈഡ് ചെയ്ത് 2 ഡോട്ടർ സെല്ലായിട്ട് മാറുന്നു. ഇനി കണ്ടീഷൻ ഫേവറബിൾ ആണെങ്കിൽ, അൺഫേവറബിൾ ആണെങ്കിൽ ഈ ബൈനറി ഫിഷന് പകരമായിട്ട് എന്ത് സംഭവിക്കും? സ്പോറുകൾ ഇതിന്റെ ബോഡിയിൽ ഉണ്ടാവും. ഈ പറഞ്ഞ 2 കാര്യങ്ങളും എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. നമ്മൾ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ, അതായത് ബൈനറി ഫിഷനും അതുപോലെ തന്നെ സ്പോർ ഫോർമേഷൻ രണ്ടും എസെക്ഷൽ ആണ്. സെക്ഷലി അവിടെ യാതൊരു കാര്യങ്ങളും നടക്കുന്നില്ല, എസെക്ഷൽ മെത്തേഡാണ് നടക്കുന്നത്. ഇനി ബാക്ടീരിയ സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ സീൻ ഇൻ സം സ്പീഷീസ് ത്രൂ primitive type of DNA transfer from one bacterium to another. ബാക്ടീരിയ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഇതൊരു ബാക്ടീരിയ ആണ്, ഇത് അടുത്തൊരു ബാക്ടീരിയ ആണ്. ഇവിടേക്ക് വരച്ച് കാണിക്കാം. ഇതൊരു ബാക്ടീരിയ ആണ്, ഇത് അടുത്ത ബാക്ടീരിയ. ഇത് ബാക്ടീരിയത്തിന്റെ DNA കണ്ടന്റ് ആണ്, ഇത് ബാക്ടീരിയന്റെ വേറൊരു DNA കണ്ടന്റ് ആണ്. ഇത് എ ബാക്ടീരിയ, ഇത് ബി എന്ന് കൊടുക്കും. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഇവിടെ നിന്നൊരു ട്യൂബിലേക്ക് സ്ട്രക്ചർ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിന് നമുക്ക് കോൺജുഗേഷൻ ട്യൂബ് എന്നൊക്കെ പറയാം. ഈ ട്യൂബ് നീണ്ടു വന്ന് അടുത്ത ബാക്ടീരിയത്തിന്റെ ബോഡി സർഫസിൽ ടച്ച് ചെയ്യും. അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഓപ്പണിംഗ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു ഓപ്പണിംഗ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ഓപ്പണിംഗിൽ കൂടി, ഈ ട്യൂബിന്റെ അകത്തു കൂടി ഈ DNA ട്യൂബിന്റെ ഉള്ളിൽ കൂടി മൂവ് ചെയ്ത് ഈ ഓപ്പണിംഗിൽ കൂടി ഇവിടെ എത്തുന്നു. ഓക്കെ, ഈ പ്രോസസ്സ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇതിൽ കൂടുതൽ മെത്തേഡ്സ് ഉണ്ട്. ഇത് കൂടാതെ ഇതിപ്പോ കോൺജുഗേഷൻ എന്നാണ് പറയുന്നത്. ഇനി ട്രാൻസ്ഫോർമേഷനും ട്രാൻസ്ഡക്ഷനും എന്ന് 2 മെത്തേഡും കൂടി ഉണ്ട്. ഇപ്പൊ പറയണ്ട, അത് നമുക്ക് ജെനറ്റിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഡക്ഷനും ഒക്കെ വിശദമായിട്ട് പഠിക്കും. ആ സമയത്ത് തിരിച്ചു വന്ന് പഠിക്കാം. ഇപ്പൊ ബാക്ടീരിയയിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഒരു ബാക്ടീരിയയിൽ നിന്ന് അടുത്ത ബാക്ടീരിയയിലേക്ക് DNA കണ്ടന്റ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ കൂടിയാണ്. അത് ചിലപ്പോൾ ഒരു ട്യൂബ് വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു മൂന്നാമതൊരു ഏജന്റിന്റെ സഹായത്തോടു കൂടിയായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഈ മെത്തേഡിന് പറയുന്ന പേരാണ് ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ is seen in some species through primitive type of DNA transfer from one bacterium to another. ഇപ്പൊ നമ്മൾ ചെയ്തത് എന്താണ്? ബാക്ടീരിയത്തിന്റെ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ബാക്ടീരിയ 2 തരത്തിലാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. എസെക്ഷൽ മെത്തേഡിൽ റീപ്രൊഡ്യൂസ് ചെയ്യും, സെക്ഷൽ മെത്തേഡിൽ റീപ്രൊഡ്യൂസ് ചെയ്യും. എസെക്ഷൽ മെത്തേഡിൽ 2 ടൈപ്പ് നമ്മൾ പറഞ്ഞു. ഒന്ന് ബൈനറി ഫിഷൻ മൂലമായിരിക്കാം റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടിയായിരിക്കാം. ഇതിനോട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബൈനറി ഫിഷൻ നടക്കുന്നത് കണ്ടീഷൻ അനുകൂലമാകുമ്പോഴാണ്. പ്രതികൂലമാകുമ്പോൾ ബൈനറി ഫിഷന് പകരം സ്പോർ ഉണ്ടാവും. സെക്ഷൽ റീപ്രൊഡക്ഷൻ അനുകൂലം പ്രതികൂലം അങ്ങനെ സാഹചര്യത്തിൽ ഡിഫറൻസ് ഒന്നുമില്ല. സെക്ഷൽ റീപ്രൊഡക്ഷൻ പോസിബിൾ ആയിട്ടുള്ള എല്ലാ സിറ്റുവേഷനിലും നടക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ചെറിയൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോണേ. ആൻസർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് അടുത്ത ദിവസം പറഞ്ഞാലും മതി. എന്തായാലും നമ്മൾ ഇതിനെ ബേസ് ചെയ്ത്
കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് ഉണ്ടാകുന്നതാണ്. നോക്കണേ, ആൻസർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്തോളൂ, അല്ല അടുത്ത ദിവസം പറഞ്ഞാൽ മതി. ഇതൊരു ബാക്ടീരിയ ആണ്. ഈ ബാക്ടീരിയ ഡിവൈഡ് ചെയ്യാനായിട്ട് 20 മിനിറ്റ് എടുക്കും. 20 മിനിറ്റ് വേണം. ഒരു ബാക്ടീരിയ ഒരു ബാക്ടീരിയ ഒരു ഡിഷിലേക്ക്, ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. 20 മിനിറ്റ് കഴിയുമ്പോൾ ഈ ബാക്ടീരിയ ഡിവൈഡ് രണ്ടായിട്ട് മാറും. മനസ്സിലായോ? ബാക്ടീരിയയുടെ ജനറേഷൻ ടൈം, ഡിവൈഡ് ചെയ്യാനുള്ള സമയം എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ് ആണ്. ഏത് ടൈപ്പ് ഡിവിഷൻ നടക്കുന്നത്? ബൈനറി ഡിവിഷൻ ആണ്. ഒരു ബാക്ടീരിയ രണ്ടായിട്ട് മാറും. മനസ്സിലായോ? ഇനി ഇത് 20 മിനിറ്റ് കൊണ്ട് നടന്ന കാര്യമാണ്. അടുത്ത 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇവൻ ഡിവൈഡ് ചെയ്ത് രണ്ടായിട്ട് മാറും, ഇവൻ ഡിവൈഡ് ചെയ്ത് രണ്ടായിട്ട് മാറും. മനസ്സിലായോ? 20 മിനിറ്റിൽ ഒരു ബാക്ടീരിയ രണ്ടായി, 40 മിനിറ്റ് ആയപ്പം ആ രണ്ട് ബാക്ടീരിയ ഡിവൈഡ് 4 ആയി. ഓക്കെ, അങ്ങനെ ഓരോ 20 മിനിറ്റിലും അതങ്ങനെ ഡബിൾ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. എന്നുകൂടി പറയുന്നു, ബാക്ടീരിയ ഡിവൈഡ് അറ്റ് എവരി 20 മിനിറ്റ്. ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴും ബാക്ടീരിയ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് വരുവാണ്. ഒരു കപ്പിൽ, ചെറിയൊരു കപ്പിനകത്ത് പകുതി കപ്പ് ബാക്ടീരിയ ഉണ്ട്, ഹാഫ് കപ്പ് ബാക്ടീരിയ ഉണ്ട്. എത്ര ബാക്ടീരിയ എന്നൊന്നും പറയുന്നില്ല. ഇത്രയും ഈ കപ്പിൽ ഹാഫ് കപ്പ് ബാക്ടീരിയ ഉണ്ടാകാൻ 60 മിനിറ്റ് എടുത്തു. 60 മിനിറ്റ് കൊണ്ടാണ് ഇതിൽ ഇട്ടിരുന്ന ബാക്ടീരിയ ഡിവൈഡ് 2ആയി, 4ആയി, 8ആയി, 16ആയി, ഇങ്ങനെ 60 മിനിറ്റ് കൊണ്ടാണ് ഹാഫ് കപ്പ് ബാക്ടീരിയ ഉണ്ടായത്. നമ്മുടെ കയ്യിൽ ഹാഫ് കപ്പ് ഓഫ് ബാക്ടീരിയ ഉണ്ട്. ഈ ഹാഫ് കപ്പ് ഓഫ് ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യാൻ 60 മിനിറ്റ്സും എടുത്തു. എന്റെ ക്വസ്റ്റ്യൻ, എത്ര സമയം വേണ്ടി വരും ഇങ്ങനത്തെ 2 ഫുൾ കപ്പ് ഓഫ് ബാക്ടീരിയ ഉണ്ടാകാൻ? ഈ ഹാഫ് കപ്പും കൂടെ ചേർത്ത്, ഈ ഹാഫ് കപ്പും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഇങ്ങനെ 2 ഫുൾ കപ്പ് ഓഫ് ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര സമയം വേണ്ടി വരും? ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യവേ, ശ്രദ്ധിച്ച് കേൾക്കണം. ഇറ്റ് റിക്വയർ 20 minutes to divide. ഒരു മിനിറ്റ്. അപ്പോ ഒന്ന് ശബ്ദം കുറയ്ക്കാവോ? Okay, it required 60 minutes to produce half cup of bacteria. It required 60 minutes to produce half cup of bacteria. How much time required to produce such two full cups of bacteria, including the half cup? ഈ ഹാഫ് കപ്പ് അടക്കം 2 ഫുൾ കപ്പ് ഉണ്ടാകാൻ എത്ര സമയം വേണ്ടി വരും? ആൻസർ കാസ്റ്റ് ചെയ്യുക പെട്ടെന്ന്. ഇല്ല, ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 4 hours. ഓക്കെ, അപ്പം ഒന്നും ചിന്തിക്കാതെ ചാടി അങ്ങ് പോവാണല്ലോ. അങ്ങനെ പോയാൽ പറ്റത്തില്ലല്ലോ. ഞാൻ പറഞ്ഞ 60 മിനിറ്റ് കൊണ്ട് ഹാഫ് കപ്പായി. ആയിക്കോട്ടെ. 4 hours എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാതെ വെറുതെ ലോജിക്കൊന്നുമില്ല, വെറുതെ അങ്ങ് ഇത് 1 മണിക്കൂർ, ഇതൊരു മണിക്കൂർ, ഇതൊരു മണിക്കൂർ എന്ന് പറഞ്ഞല്ലേ പറഞ്ഞ. ഇപ്പൊ 4 മണിക്കൂർ എന്താ, ഇതിന് 1 മണിക്കൂർ വേണ്ടി വരും, ഇതിന് 1 മണിക്കൂറോടെ വേണ്ടി വരും, ഇവിടെ 1 മണിക്കൂർ വേണം, ഇവിടെ 1 മണിക്കൂർ. 1 + 1 + 1 4 എന്നാ പറഞ്ഞത്. തെറ്റല്ലേ? കാരണം ഓരോ 60 മിനിറ്റ്സിലും ബാക്ടീരിയ ഡബിൾ ചെയ്യത്തില്ലേ? ഒന്നും കൂടെ ശ്രമിച്ചു നോക്കിക്കേ. സർ 3 hours ആണോ? 3 hours തെറ്റാണ്. 1 hour 30 minutes. 1 hour 30 minutes wrong answer. ഒന്നുകൂടി പറയുന്നു, ബാക്ടീരിയ ഡിവൈഡ് എവരി 20 മിനിറ്റ്സ്. ഓക്കെ, ഇവിടെ ഞാൻ എത്രയോ ബാക്ടീരിയ 1-2 ബാക്ടീരിയ ഇട്ടിരുന്നു, അത് 60 മിനിറ്റ് കൊണ്ട് എത്രയാണ് നിറഞ്ഞത്. ഓക്കെ, 60ന്റെ കൂടെ 20 മിനിറ്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? 60ന്റെ കൂടെ ഇപ്പൊ 60 മിനിറ്റ് കൊണ്ട് ഹാഫ് കപ്പ് ഓഫ് ബാക്ടീരിയ ഉണ്ട്. പ്ലസ് 20 മിനിറ്റ് കൂടെ വരുമ്പോൾ എത്ര ബാക്ടീരിയ ഉണ്ടാവും? അല്ലെങ്കിൽ ബാക്ടീരിയന്റെ കപ്പിലെ എമൗണ്ട് എത്രയായിരിക്കും? ഇതിവിടെ നിൽക്കട്ടെ. ഇവിടെ നിർത്തിയിട്ട് മറ്റൊരു കാര്യം പറയാം. ഒരു ബാക്ടീരിയത്തിൽ നിന്നും 128 ബാക്ടീരിയ ഉണ്ടാകാൻ നമുക്ക് ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ കേട്ടോ. നമ്മൾ ഈ തിയറി മുഴുവൻ വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ആൻസർ ചെയ്യും. ഓക്കെ, ഏതൊക്കെയാണ് ബാക്ടീരിയത്തിന്റെ ഷേപ്പുകൾ?
അല്ലെങ്കിൽ സ്പെരിക്കൽ ഷേപ്ഡ് ബാക്ടീരിയത്തിന്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പരീക്ഷ എഴുതുന്ന മൊത്തം കുട്ടികളും എഴുതും. അതൊന്നും വലിയ എന്താ പറഞ്ഞത് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് അല്ല. ഇത് നമ്മളിപ്പോ പറഞ്ഞ ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ഒന്നും അല്ല, ആവറേജ് ക്വസ്റ്റ്യൻ ഉള്ളൂ. ഒരു ബാക്ടീരിയത്തിൽ നിന്ന് 128 ബാക്ടീരിയ ഉണ്ടാകാൻ എത്ര തവണ ഈ പറഞ്ഞ ബൈനറി ഫിഷൻ അല്ലെങ്കിൽ ബാക്ടീരിയ ഡിവൈഡ് ചെയ്യണം? പെട്ടെന്ന് പറഞ്ഞേ. How many divisions are required to produce 128 bacteria from single bacteria? Come on. ആരും ഒന്നും പറയുന്നില്ലല്ലോ. 6.4 minutes ആണോ? ഞാൻ മിനിറ്റ് അല്ലല്ലോ ചോദിച്ചേ, ഇവിടെയാണ് ഞാൻ ടൈം ചോദിച്ചത്. ഇവിടെ അയച്ച നമ്പർ ചോദിച്ചു, എത്ര ഡിവിഷൻ വേണ്ടി വരും ചോദിച്ചു. ഡിവിഷൻ 6.4 എന്ന് പറയുന്നത് മിനിറ്റ് ആണോ നമ്പർ ആണോ എന്ന് പറഞ്ഞു വെച്ചാൽ മതി. നമ്പർ 6.4 നമ്പർ എന്ന് പറയുമ്പോ ഈ 0.4 എന്നാ വന്നത്? അല്ല 6 times division. പോരട്ടെ അങ്ങോട്ട്, പോരട്ടെ ഓപ്പൺ ആവും, സ്പീക്ക് ആവും. ഒരു ബാക്ടീരിയ ഒരു ഡിവിഷൻ കഴിയുമ്പോൾ രണ്ടാവും, ശരിയല്ലേ? ആണോ? ഒരു ബാക്ടീരിയ ഒന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടായില്ലേ? എത്ര ബാക്ടീരിയ ഉണ്ട് മൊത്തം? ഒരു ബാക്ടീരിയ ഡിവിഷൻ നടന്നു. അപ്പൊ മൊത്തം എത്ര ബാക്ടീരിയ ഉണ്ട്? പറ, അത് പറ, അവിടുന്ന് തുടങ്ങാം. 2 ഉള്ളൂ, 3 ഇല്ല. ഇതില്ല. ഇപ്പൊ ഇവിടെ ഒരു ആപ്പിൾ എടുത്ത് നടുവ് മുറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 3 ആപ്പിൾ കിട്ടും? ഇല്ലല്ലോ, ആ പീസസ് അല്ലേ ഉള്ളൂ. അപ്പൊ ഈ ഉണ്ടായിരുന്ന ഒരു ബാക്ടീരിയ ഡിവൈഡ് ചെയ്തിട്ടാണ് രണ്ടായിട്ടും പറഞ്ഞത്. ഇപ്പൊ ഒരു ഡിവിഷൻ. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ഡിവിഷനിൽ 2 ഒരു തവണ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ബാക്ടീരിയ കിട്ടും. ഇനി ഇവര് 2 ഡിവൈഡ് ചെയ്യും, കണ്ടോ? എത്രയായിട്ട് മാറി? 4. സോ ഫസ്റ്റ് ഡിവിഷനിൽ 2, സെക്കൻഡ് ഡിവിഷനിൽ 4, തേർഡ് ഡിവിഷൻ ഞാൻ അവിടെ 4, 5, 6, 7 വരെ എഴുതാം. ഫസ്റ്റ് ഡിവിഷനിൽ 2 ബാക്ടീരിയ കിട്ടി, സെക്കൻഡ് ഡിവിഷനിൽ 4 ആയി, തേർഡ് ഡിവിഷൻ ആവുമ്പോഴത്തേക്കും 8 ആയി. ഓക്കെ, 4 into 2. ഫോർത്ത് ഡിവിഷനിലോ 16, ഫിഫ്ത് ഡിവിഷനില് 32, സിക്സ് ഡിവിഷനില് 60 എത്രയാടോ 64, സെവൻത് ഡിവിഷനില് 1 to 8. How many divisions are required? 7 divisions. മനസ്സിലായോ? ലോജിക്ക് കിട്ടിയോ? ലോജിക്ക് മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണ് ഇപ്പുറത്തോട്ട് പോവാ. മനസ്സിലാകാത്ത ഒരു ക്വസ്റ്റ്യൻ വിട്ടുകളയല്. അതായത് എന്താ കണ്ടെത്താൻ പഠിക്കാനുള്ള ആ ഒരു താല്പര്യം, അല്ലെങ്കിൽ എങ്ങനെ ആൻസറിലേക്ക് വന്നു അത് കണ്ടെത്താൻ ശ്രമം നടത്തിയെങ്കിൽ മാത്രമേ അടുത്തത് ചെയ്യുമ്പോഴും അടുത്തൊരു ക്വസ്റ്റ്യൻ വരുമ്പോഴും നമുക്ക് ചെയ്യാനൊരു ഇഷ്ടം തോന്നും. ചുമ്മാ 7 ശരി 7 ആയിക്കോട്ടെ, ഇനി 8 ആണോ അന്ന് 8 അങ്ങനെ ചിന്തിക്കരുത്. 7 ആവുന്ന റീസൺ എന്താണ്? എന്റെ ആൻസർ 5 ആയിരുന്നു, പിന്നെന്താണ് സാറ് ഈ പറഞ്ഞ 7 പറഞ്ഞത്? എന്തുകൊണ്ടാണ്? എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് വന്നത്? അല്ലെ സാറിനാണോ മിസ്റ്റേക്ക് വന്നത്? ചിന്തിക്കണം. ഇവിടെ നോക്കിയാൽ പെട്ടെന്ന് പറഞ്ഞു തീർത്തേ. ഹാഫ് കപ്പ് ബാക്ടീരിയ ഉണ്ടാകാൻ 60 minutes വേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ 2 ഫുൾ കപ്പ് ബാക്ടീരിയ ഉണ്ടാകാൻ എത്ര സമയം വേണ്ടി വരുന്നു? 20 minutes ആണ് ബാക്ടീരിയത്തിന്റെ ജനറേഷൻ ടൈം. പറഞ്ഞോ? പറഞ്ഞില്ല ഞാൻ ആൻസർ പറയും. അതല്ല ഞാൻ പെൻഡിങ് വെച്ചേക്കുക, നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാൽ മതി. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുന്നു. Bacteria divide at every 20 minutes. It required 60 minutes to produce half cup of bacteria. How much time required to produce 2 full cups of bacteria, including the half cup? That's the question. Okay, answer ഇപ്പോൾ ആരും പറയുന്നോ? അപ്പോൾ നമ്മൾ വിടുകയാണേ. അപ്പൊ നമ്മൾ ബാക്ടീരിയത്തിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാറ്റഗറൈസേഷൻ നമ്മൾ പറഞ്ഞത് യു ബാക്ടീരിയ ട്രൂ ബാക്ടീരിയ ആണ്. യു ബാക്ടീരിയത്തിനെ അല്ലെങ്കിൽ ട്രൂ ബാക്ടീരിയത്തിനെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ബാക്ടീരിയ ഉണ്ട്, സയനോ ബാക്ടീരിയ ഉണ്ട്. ബാക്ടീരിയയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ബാക്ടീരിയ എന്താണ്, ബാക്ടീരിയത്തിന്റെ ഷേപ്പ് എന്തെന്ന് പറഞ്ഞു, ബാക്ടീരിയത്തിന്റെ ന്യൂട്രീഷനെ കുറിച്ച് പറഞ്ഞു, ബാക്ടീരിയത്തിന്റെ റീപ്രൊഡക്ഷനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ഇത്രയും കൊണ്ട് നമ്മൾ ബാക്ടീരിയ തീർക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് സയനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ. ബാക്ടീരിയക്ക് ഫോട്ടോസിന്തസിസ് സയനോ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ബ്ലൂ ഗ്രീൻ ആൽഗെയാണ്. അതായത്
ഒരു ആൽഗെ കാറ്റഗറിയിൽ വരുന്ന മെമ്പേഴ്സ് ആണ് ബ്ലൂ ഗ്രീൻ ആൽഗെ. അല്ലെങ്കിൽ നമ്മൾ ആൽഗെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഈ പറയുന്ന ബ്ലൂ ഗ്രീൻ ആൽഗിനെ ജസ്റ്റ് പറഞ്ഞു പോകുന്നതാണ്. ഇതിനെ ഇപ്പൊ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ ആൽഗെ എന്ന് പറഞ്ഞ ബാക്ടീരിയ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സയനോ ബാക്ടീരിയ ആണെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണ്. ആർക്കെങ്കിലും സങ്കടമുണ്ടോ ഇത് കേൾക്കാഞ്ഞിട്ട്? ബാക്ടീരിയ ഡിവൈഡ് ചെയ്യുന്ന ടൈം പീരീഡ് കിട്ടാഞ്ഞിട്ട് സങ്കടം തോന്നുന്നുണ്ടോ? അതോ അടുത്ത ക്ലാസ്സിൽ നോക്കുമ്പോ എന്തോ 100 minutes ആണോ? വെരി കറക്റ്റ്, റൈറ്റ് ആൻസർ. കൺഗ്രാജുലേഷൻ, മിടുക്കിയായിട്ട് ചെയ്തു. എങ്ങനെയാണോ കിട്ടിയത് 100? 60 + 20 + 20 അല്ലേ? യെസ്. യെസ്, ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. ഇത്തിരി വലിയ കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത്. സംഭവം അത്രേ ഉള്ളൂ കേട്ടോ. 60 + 20 + 20. അപ്പൊ ആൻസർ പറഞ്ഞത് കൊണ്ട് ഇപ്പം എനിക്കിപ്പം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നത് എനിക്കൊരു മോശം. ഞാൻ ചെയ്യുവാണേ. ഞാൻ റബ്ബ് ചെയ്തിട്ട് പറഞ്ഞേക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യം ഞാൻ പോയാലും പറയാം. ഇതായിരുന്നു ഹാഫ് കപ്പ് ബാക്ടീരിയ ഉണ്ടാകാൻ 20 മിനിറ്റ്സ് എടുത്തു. ഓക്കെ, ഈ ഹാഫ് കപ്പ് ബാക്ടീരിയ 100 എണ്ണം ഉണ്ട് എന്ന് കരുതുക. ഹാഫ് കപ്പ് ബാക്ടീരിയ നമ്മളെടുത്ത് എണ്ണുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു കപ്പിനകത്ത് ബോളുകൾ അടുക്കി വെച്ചിരിക്കുക, യെല്ലോ കളറുള്ള ബോളുകൾ വെച്ചിരിക്കുക. 100 ബോളുകൾ ഒരു കപ്പിലേക്ക് അടുക്കി വെച്ചപ്പോൾ അത് ഹാഫ് ആയിട്ട് മാറി, അല്ലെങ്കിൽ ഹാഫ് പോർഷൻ കവർ ചെയ്തു. ഓക്കെ, ഹാഫ് കപ്പ് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ 100 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു. ഈ ഇപ്പോഴത്തെ സമയം എത്രയാണ്? ഹാഫ് കപ്പ് ബാക്ടീരിയ ഉണ്ടായിട്ട് 60 മിനിറ്റ്സ് എടുത്തത്. ഈ 60 കൂടെ 20 മിനിറ്റ്സ് കൂടെ മീൻസ് 60 + 20 80 മിനിറ്റ് ആകുമ്പോൾ ഈ 100 ബാക്ടീരിയ ഡിവൈഡ് ചെയ്യും. ഈ 100 ബാക്ടീരിയ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിന്റെ മുകളിൽ 100 ബാക്ടീരിയ വരും. സോ ടോട്ടല് 100 + 100 200 ബാക്ടീരിയ. 200 ബാക്ടീരിയ ആകുമ്പോൾ ഈ കപ്പ് ഫില്ല് ആവത്തില്ലേ? അതായത് 80 മിനിറ്റ് കൊണ്ട് ഈ കപ്പ് ഫില്ലാവും. കാരണം 60 മിനിറ്റ് കൊണ്ട് ഹാഫ് കപ്പ് ബാക്ടീരിയ ഉണ്ട്. അതിൻ്റെ കൂടെ +20 മിനിറ്റ് കൂടെ വരുമ്പോൾ ഈ ഹാഫ് കപ്പിൽ എത്ര ബാക്ടീരിയ ഉണ്ടോ അതെല്ലാം ഡബിൾ ചെയ്യും. ഡബിൾ ചെയ്യുമ്പോഴത്തേക്കും കപ്പ് ഫില്ലാവും. അപ്പൊ 80 മിനിറ്റ് കൊണ്ട് ഒരു ഫുൾ കപ്പ് ആവും. ഈ 80ന്റെ കൂടെ ഒരു 20 മിനിറ്റ് കൂടെ ആകുമ്പോൾ ഇപ്പം 100 + 100 200 ബാക്ടീരിയ ഉള്ളത്. ഈ 200 ബാക്ടീരിയയും അടുത്ത 20 മിനിറ്റ് ഡിവൈഡ് ചെയ്യും. ഇപ്പൊ 200 + 200 എത്ര വരും? ഇതിന്റെ കൂടെ ഈ 100 ബാക്ടീരിയ ഒരു 100 കൂടെ പ്രൊഡ്യൂസ് ചെയ്യും, ഈ 100 ഒരു 100 കൂടെ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ നമ്മൾ വേറെ കപ്പിലേക്ക് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും 200 ബാക്ടീരിയ കിട്ടത്തില്ലേ? അപ്പം 2 ഫുൾ കപ്പായിട്ട് മാറിയില്ലേ? അപ്പൊ എത്ര സമയം മതി? 60 + 20 60 മിനിറ്റ്സ് ആണ് ഹാഫ് കപ്പ് ബാക്ടീരിയ ഉണ്ടാകാൻ വേണ്ടി എടുത്തത്. അതിലൂടെ 20 മിനിറ്റ്സും കൂടെ ആയപ്പോഴത്തേക്കും കപ്പ് ഫില്ലായി. മീൻസ് 80 മിനിറ്റ് ആയപ്പോൾ കപ്പ് ഫില്ലായി. 80 മിനിറ്റ്സിൽ ഒരു ഫുൾ കപ്പ് ബാക്ടീരിയ ഉണ്ട്. ഇനി ഒരു 20 മിനിറ്റ് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫുൾ കപ്പ് ബാക്ടീരിയയും ഫുൾ കപ്പിൽ നടന്ന ഫുൾ ബാക്ടീരിയയും ഡിവൈഡ് ചെയ്യും. അപ്പൊ ഒരു കപ്പും കൂടെ ഫില്ല് ചെയ്യാനുള്ള ബാക്ടീരിയ ഉണ്ടാവും. അപ്പൊ എത്ര വരും ടോട്ടല്? 100 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 hour and 40 minutes. 1 hour and 40 minutes. അതാണ് മുമ്പേ പറഞ്ഞത്. ഇവിടെ 1 hour, മേളിൽ 1 hour, അടുത്ത കപ്പിന്റെ പകുതി ഭാഗം 1 hour, 1 hour. അത് ചിന്തിക്കാതെ പറഞ്ഞത് കൊണ്ടാണ് അത് പറഞ്ഞത്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ചിന്തിച്ച് വേണം കാര്യങ്ങളിലേക്ക് എത്താൻ. ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. 2 നല്ല ക്വസ്റ്റ്യൻസ് ഞാൻ പരിചയപ്പെടുത്തി. ഒന്ന് ബൈ നമ്പർ, ബൈ ടൈം. ഈ 2 കാര്യങ്ങൾ. ഇത് നമ്പർ ബേസ് ചെയ്തിട്ടാണ്. ഇത് നമ്പർ ബേസ് ചെയ്തിട്ടും ഇവിടുത്തെ നമ്പർ ബേസ് ചെയ്തിട്ടും ഇത് ടൈം ബേസ് ചെയ്തിട്ടുമാണ്. രണ്ടും ചോദിക്കാവുന്ന ഫോം ക്വസ്റ്റ്യൻ ആണ്. ഇതേ പാറ്റേണിൽ മറ്റ് പല കാര്യങ്ങളും DNA റെപ്ലിക്കേഷൻ ഒത്തിരി കാര്യങ്ങൾ ഇതേ പാറ്റേണിൽ എന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ പറയുന്നത്. സയനോ ബാക്ടീരിയയിലേക്ക് എത്തുന്ന സമയത്ത് ഉണ്ടല്ലോ. അവിടെ നമ്മൾ സയനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന കാറ്റഗറിയിലോട്ട് വരികയാണ്. സയനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗയുടെ പ്രത്യേകത അവരുടെ ബോഡിയിൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന പിഗ്മെന്റ് ഉണ്ട്. ഫോട്ടോസിന്തസിസ് നടത്താൻ സഹായിക്കുന്ന പിഗ്മെന്റ് ഇവരുടെ ബോഡിയിലുണ്ട്. അതുകൊണ്ട് ഇവരെല്ലാവരും സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഓട്ടോട്രോപിക് ഓർഗാനിസം. സയനോബാക്ടീരിയ ഹാവ് chlorophyll, that is a photosynthetic pigment in their body, so they can produce their own food. So they are coming under the category of autotrophic organisms. Okay. ഇനി ഈ സയനോബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയുന്ന ഈ മെമ്പേഴ്സ് 3 ടൈപ്പ് വരുന്നത്. അതായത് ചില ആൾക്കാര് കണ്ടോ സിംഗിൾ സെൽഡ് ആണ്, ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരാണ് സിംഗിൾ സെൽ. എക്സാമ്പിൾ സ്പൈറൂലൈന എന്ന് പറയുന്ന ബ്ലൂ ഗ്രീൻ ആൽഗെ സയനോബാക്ടീരിയ സിംഗിൾ സെൽഡ് ആണ്. ഈ ചില ആൾക്കാർ കൊളോണിയൽ ആണ്. കൊളോണിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ
ഒറ്റയ്ക്ക് അവർ ജീവിക്കുന്നില്ല, കുറെ എണ്ണം ഒരുമിച്ച് കൂടിയാണ് ജീവിക്കുന്നത്. എക്സാമ്പിൾ ആണ് നോ സ്റ്റോക്ക്. നോ സ്റ്റോക്കിന്റെ പടമാണ് തന്നിരിക്കുന്നത്. നോ സ്റ്റോക്ക് കൊളോണിയൽ കണ്ടോ, ഇതൊരു നോ സ്റ്റോക്ക് ആണ്, ഇത് അടുത്ത 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 നോ സ്റ്റോക്ക് ആണ്. ഇങ്ങനെ പല നോ സ്റ്റോക്കുകൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുകയാണ്. മനസ്സിലായോ? ഇത് കൊളോണിയലാണ്. ഇനി ചില ആൾക്കാർ ഫിലമെന്റസ് ആണ്. ഫിലമെന്റസ് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി മൊത്തം ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ചെറിയ 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 പാർട്ടുകളാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതാണ് ഫിലമെന്റസ്. ഓക്കെ, 3 തരത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ പറഞ്ഞ ബ്ലൂ ജീൻ ആൽഗയിൽ വരുന്നത്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, കുറെ ആൾക്കാർ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. ദെൻ ചില ആൾക്കാരുടെ ബോഡി നീണ്ട് ഇരിക്കുകയാണ്, എന്നിട്ട് അത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അതിൽ സെപ്പറേഷൻസ് വന്ന് പല പല എന്താ പാർട്ടുകളാക്കി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം സിംഗിൾ സെൽഡ് ഓർഗാൻസിന് എക്സാമ്പിൾ ആണ് സ്പൈറുലൈന. കൊളോണിയൽ ഗ്രൂപ്പായിട്ട് ജീവിക്കുന്ന ഓർഗാൻസിന് എക്സാമ്പിൾ ആണ് നോസ്റ്റോ. ഇതൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ എത്തുമ്പോൾ ടീച്ചർ കാണിക്കും. നമ്മുടെ കുളത്തിന് മുകളിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാത്ത കെട്ടി നിൽക്കുന്ന വെള്ളമുള്ള കുളത്തിലോ നെൽവയലുകളിലേക്ക് മേളിൽ പച്ച കളറിൽ ഒരു ചെറിയ പാട പോലും ചെറിയ ലെയർ കാണാൻ പറ്റും, കൂടുതലായിട്ട് ഉപയോഗിക്കാത്തത്. അല്ലെങ്കിൽ വൈറ്റ് സൈഡിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നെങ്കിൽ അതിന്റെ സർഫസ് നോക്കിയാൽ പച്ച കളറിൽ പാട പോലെ കാണാം. അത് കുറച്ചൊന്ന് തോണ്ടിയെടുത്ത് മൈക്രോസ്കോപ്പിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പിൽ വെച്ച് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ധാരാളം മുത്തുമാലകൾ, ഇത്തിരി ഒരെണ്ണമല്ല 100 കണക്കിന് മുത്തുമാലകൾ പോലെ ഇങ്ങനെ കിടക്കുന്നതാണ്. ഇത് ഓരോന്നും നോ സ്റ്റോക്കിന്റെ കോളനികളാണ്. ഇതൊരു നോ സ്റ്റോക്ക് ആണ്, ഇദ്ദേഹം ഒരു നോ സ്റ്റോക്ക് ആണ്, ഇത് അടുത്ത നോ സ്റ്റോക്ക് ആണ്, ഇത് അടുത്ത നോ സ്റ്റോക്ക് ആണ്, ഇത് അടുത്ത നോ സ്റ്റോക്ക് ആണ്. ഇതെല്ലാം കൂടെ ചേർന്നായിരിക്കും. അതുകൊണ്ടാണ് നോ സ്റ്റോക്കിന്റെ കോളനി എന്ന് പറയുന്നത്. ഇനി ഫിലമെന്റസ് നീണ്ട നൂല് പോലെ കിടക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ ഫിലമെന്റസ് ഗ്രൂപ്പിൽ വരുന്ന എക്സാമ്പിൾ ആണ് ഓസിലേറ്ററി. ഇനി ഇതിന് ഒത്തിരി ക്വസ്റ്റ്യൻസ്, ഈ നോ സ്റ്റോക്കിനെ കണക്ട് ചെയ്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുണ്ട്. കൊളോണിയൽ ഫോം ഓഫ് സയനോബാക്ടീരിയ ആർ ജനറലി സറൗണ്ടഡ് ബൈ എ ജെലാറ്റിനസ് ഷീറ്റ്. ഓക്കെ, ഇവരുടെ ബോഡിക്ക് ചുറ്റും ഇതിന് ചുറ്റും ഒരു ജെല്ല് പോലുള്ള, ജെല്ല് നമുക്ക് വളരെ ഫെമിലിയർ ആണ്, ജെല്ല് എന്നുള്ള ഒരു വാക്ക്. ഇവരുടെ ബോഡിക്ക് ചുറ്റും ഇങ്ങനെ ഒരു ജെല്ലി കവറിംഗ് ഉണ്ട് ബോഡിക്ക് ചുറ്റും. ഓക്കെ, കോളനി ആയിട്ടിരിക്കുന്ന ഇവരുടെ ബോഡിക്ക് ചുറ്റും ഒരു ജെല്ലി ലൈക്ക് അപ്പിയറൻസ് ഉള്ള കവറിംഗ് ഉണ്ട്, ജെല്ലി. ഇതിന് പറഞ്ഞ പേരാണ് മ്യൂസിലേജിനസ് ഷീറ്റ്. മ്യൂസിലേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂസിലേജ് എന്ന് പറഞ്ഞാൽ വഴുവഴുപ്പുള്ള ഇത്തിരി തിക്കായിട്ടുള്ള ഒരു സെക്രേഷൻ പറഞ്ഞവരാണ് മ്യൂസിലേജ്. ഹ്യൂമൻ ബീയിങ് മ്യൂസിലേജ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിന്റെ ഉള്ളിൽ നിന്ന് ഇൻഫെക്ഷൻ ആയിട്ട് ഇറങ്ങി വരുന്ന ആ ഒരു കട്ടിയുള്ള ദ്രാവകം ശരിക്കും മ്യൂസിലേജ് ആണ്. ഓക്കെ, ഇവരുടെ ബോഡിക്ക് ചുറ്റും എന്തുണ്ട്? മ്യൂസിലേജ് കവറിങ്. എന്തിനാണ് ഇവരുടെ ബോഡിക്ക് ചുറ്റും ഇങ്ങനെ മ്യൂസിലേജ് കവറിങ്? പ്രിവെന്റ് ഡെസിക്കേഷൻ. ഡെസിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡ്രൈ ആയിട്ടുള്ള സിറ്റുവേഷൻ. ഓക്കെ, മഴക്കാലമൊക്കെ ഉള്ള സമയത്താണ് ഇവർക്ക് ജീവിക്കാൻ പറ്റുന്നത്. അന്തരീക്ഷത്തിൽ ധാരാളം ഹ്യൂമിഡിറ്റി, തണുപ്പുള്ളപ്പോഴാണ് ഇവർക്ക് ജീവിക്കാൻ പറ്റുന്നത്. ഇനി തണുപ്പൊക്കെ മാറി നല്ല വെയിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ബോഡിയിലേക്ക്, ശരീരത്തിലേക്ക് വെയിൽ, സൺലൈറ്റ് നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇവര് ഇപ്പോഴും ഉണങ്ങി ചത്തുപോകും. അങ്ങനെ ഈ ഡ്രൈ കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ബോഡിക്ക് ചുറ്റും ഒരു വഴുവഴുപ്പുള്ള ആവരണ കവറിങ് ഉള്ളത്. എന്റെ പേരാണ് മ്യൂസിലേജ് ഷീറ്റ്. ഉണ്ടോ? Colonial form of cyanobacteria are generally surrounded by mucilage sheath or gelatinous sheath. It prevents drying of the cell during desiccation. Desiccation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡ്രൈ സിറ്റുവേഷൻ, ഡെസിക്കേഷൻ. ഇനി ഈ ഇങ്ങനെ ഒരു ജെലാറ്റിനസ് ഷീറ്റ് കാണുന്ന സയനോബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ് നോ സ്റ്റോക്ക്. നമ്മൾ ഈ പടം കാണിച്ചിരിക്കുന്ന നോ സ്റ്റോക്ക്. എക്സാമിനേഷന് ഈ പിക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പിക്ചർ ഇങ്ങനെ തരും. എന്നിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരിക്കും. ഇപ്പൊ കേരളയുടെ കേസ് പറഞ്ഞു കേട്ടോ, CBSEക്കും വരാണ് ആ പാറ്റേൺ തന്നെ വരാം. ഈ പിക്ചർ ഇങ്ങനെ ഉപയോഗിക്കും. നിങ്ങൾ പിക്ചറിൽ കാണുന്ന ആളെ ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പൊ പറയണം നോ സ്റ്റോക്ക്. പിന്നെ ഇത് ഒരു ഹൈഫനൊക്കെ ഇട്ട് ഇവിടെ ഫ്രീ ആക്കിയിട്ട് ഇതിന് A എന്ന് കൊടുക്കും, ഇത് ഹൈഫനിട്ട് B എന്ന് കൊടുക്കും. A എന്താണ്? A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചത് കേട്ടോ, ഇതാണ് ഇപ്പൊ പറഞ്ഞുതരാം. B എന്ന് പറഞ്ഞതിന് ചുറ്റുമുള്ള മ്യൂസിലേജ് കവറിങ് അല്ലെങ്കിൽ ഹെക്ടറോസിസ്റ്റ് ആണ് B കൊടുത്തിരുന്നത്. ഇനി ഈ സയനോബാക്ടീരിയത്തിന്റെ ബോഡിയിൽ ശ്രദ്ധിച്ചോണം പറഞ്ഞ കാര്യങ്ങളെ ഞാൻ ഇവിടെ വരച്ചു കാണിക്കാം, മനസ്സിലാവുമല്ലോ. ഇതൊരു നോ സ്റ്റോക്ക്, അടുത്തത് നോ സ്റ്റോക്കുകൾ ഇങ്ങനെ കുറെ ഇങ്ങനെ ചേർന്നിരിക്കും. ഉണ്ടോ? ഇനി ഇവരുടെ ബോഡിക്ക് ചുറ്റും മ്യൂസിലേജ് കവറിങ് ഉണ്ട്. എല്ലാം ഒന്നും വരയ്ക്കുന്നില്ല. മ്യൂസിലേജ് കവറിങ്. ഈ മ്യൂസിലേജിനെ കവറിങ് എന്ത് വിളിക്കാം? മ്യൂസിലേജ് ഷീറ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ
ജലാറ്റിനസ് ഷീറ്റ് എന്ന് വിളിക്കാം. എന്തിനാണിത്? ഇത് ബോഡിക്ക് ചുറ്റും ഇങ്ങനെ ഒരു വഴുവഴുപ്പുള്ള ആവരണമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ഉണങ്ങിപ്പോകത്തില്ല, ഉണങ്ങിക്കഴിഞ്ഞാൽ ചത്തുപോകും. അപ്പം ഡെസിക്കേഷൻ, ഡ്രൈ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചുറ്റും ഈ സംഭവം. ഇനി അടുത്ത പറയാൻ പോകുന്നു, ഇതിലെ ചില സെല്ലുകളെ, ഇവരുടെ ബോഡിയിലെ ചില സെല്ലുകൾ സ്പെഷ്യലൈസ്ഡ് സെല്ലാണ്. അങ്ങനെ സ്പെഷ്യലൈസ്ഡ് സെല്ലാണ്. ഇവിടെ പറഞ്ഞോണ്ട് വരച്ചുകൊണ്ടിരിക്കുക കണ്ടോ? അങ്ങനെ ചില സെല്ലുകൾ ബാക്കി സെല്ലുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇത്തരം സ്പെഷ്യലൈസ്ഡ് സെല്ലുകൾക്ക് വിളിക്കുന്ന പേരാണ് ഹെറ്ററോസിസ്റ്റ് എന്ന് വിളിക്കുന്ന. പേരൊന്നും മറക്കരുത്, ഹെറ്ററോസിസ്റ്റ്. ഓക്കെ, സ്പെഷ്യലൈസ്ഡ് സെൽസ് ഓഫ് നോസ്റ്റോക്ക്. എല്ലാ സയനോബാക്ടീരിയത്തിലും ഇത് കാണാൻ പറ്റത്തില്ല. നോസ്റ്റോക്ക്, STOC, നോസ്റ്റോക്ക് എന്ന് പറയുന്ന പേരുള്ള സയനോബാക്ടീരിയത്തിന്റെ മെമ്പേഴ്സിലാണ് ഈ പറഞ്ഞ ഹെറ്ററോസിസ്റ്റ് കാണാൻ സാധിക്കുന്നത്. ഹെറ്ററോസിസ്റ്റിന്റെ പ്രത്യേകത, ഈ ഹെറ്ററോസിസ്റ്റ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് നൈട്രജനെ അങ്ങോട്ട് സ്വീകരിക്കും. അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ സ്വീകരിച്ചിട്ട് അതിനെ ഹെറ്ററോസിസ്റ്റ് കൺവേർട്ട് ചെയ്ത് NH3, that is അമോണിയ ആക്കി മാറ്റും. ഹെറ്ററോസിസ്റ്റ് അന്തരീക്ഷത്തിലെ നൈട്രജൻ സ്വീകരിച്ച് ആ നൈട്രജനെ അമോണിയ ആക്കി മാറ്റും. ഇങ്ങനെ നൈട്രജനെ സ്വീകരിച്ച് അമോണിയ ആയിട്ട് മാറ്റുന്ന ഈ പ്രോസസ്സിന് പറഞ്ഞിട്ടാണ് നൈട്രജൻ ഫിക്സേഷൻ എന്നാ പറഞ്ഞത്. നൈട്രജൻ ഫിക്സേഷൻ. അപ്പൊ എന്താണ് ഹെറ്ററോസിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ? നൈട്രജൻ ഫിക്സേഷൻ. മനസ്സിലായോ? എക്സാമിനേഷന് ഇങ്ങനെ ആരോ കൊടുക്കും, ആരോ കൊടുത്തിട്ട് ഇവിടെ എന്ന് കൊടുക്കും, എന്നിട്ട് പറയും ക്വസ്റ്റ്യൻ ഇതായിരിക്കും, A റെപ്രസെന്റ് ചെയ്യുന്ന എന്തിനെയാണ്? അത് പറഞ്ഞാൽ ഹെറ്ററോസിസ്റ്റ്. വാട്ട് ഇസ് ഇറ്റ്സ് ഫംഗ്ഷൻ? ഇറ്റ്സ് ഫംഗ്ഷൻ ഇസ് നൈട്രജൻ ഫിക്സേഷൻ. നൈട്രജൻ ഫിക്സേഷൻ എന്താണെന്നുള്ള കാര്യം നമ്മൾ പിന്നീട് ഒരു 6ാമത്തെ ചാപ്റ്ററിൽ, മിനറൽ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ നൈട്രജൻ ഫിക്സേഷൻ എന്താണെന്ന് പഠിക്കുന്നുണ്ട്. ചോദിക്കാം വാട്ട് ഈസ് നൈട്രജൻ ഫിക്സേഷൻ. ഇതിന്റെ കൂടെ ചോദിക്കത്തില്ല, കാരണം A എന്താണെന്ന് ചോദിച്ചു, എയുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു. എയുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കുന്നത് നൈട്രജൻ ഫിക്സേഷൻ പറഞ്ഞല്ലോ. നൈട്രജൻ ഫിക്സേഷൻ പറഞ്ഞു വെച്ചാൽ മതി. നൈട്രജൻ ഫിക്സേഷൻ എന്താണ് നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, പടം മനസ്സിലുണ്ടായിരിക്കണം. ചോദിക്കും. ഈ ഡാർക്ക് കളറായിട്ട് കാണിക്കുന്ന പോർഷൻസ് എല്ലാമാണ് ഹെറ്ററോസിസ്റ്റ് എന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് വായിച്ചു തരാവേ. ഡെസിക്കേഷൻ നമ്മൾ പറഞ്ഞു, നോസ്റ്റോക്ക് പറഞ്ഞു. They have chlorophyll A pigment similar to that of green plants. സാധാരണ നമ്മുടെ ചുറ്റും കാണുന്ന തെങ്ങിലും മാവിലും പ്ലാവിലും ഒക്കെ കാണുന്ന ക്ലോറോഫിൽ A തന്നെ. ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ്, ഫോട്ടോസിന്തസിസ് നടത്താൻ സഹായിക്കുന്ന പിഗ്മെന്റ് ആണ്. ആ പിഗ്മെന്റ് തന്നെ ഇവരുടെ ബോഡിക്കകത്തൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവർക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാം. അക്വാട്ടിക് ഓർ ടെറസ്ട്രിയൽ. ഈ സയനോബാക്ടീരിയ മെമ്പേഴ്സ് വെള്ളത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, കരയിൽ ലാൻഡിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അടുത്ത് നോക്കിക്കോണേ, they form blooms. ഇതൊന്നും അത്ര ഹൈലൈറ്റ് ചെയ്യാതാണ് NCERT കിടക്കുന്നത്. എടുത്ത് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണേ. They form blooms in polluted water. നമ്മളൊരു കിണർ കുഴിക്കോ അല്ലെ ഒരു കുളം നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുളത്തിന്റെ മുകളിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പച്ച കളറിൽ ചെറിയ പാട പോലൊക്കെ വരും. നമ്മളത് എടുത്ത് കളയുന്നില്ല അല്ലെ വൃത്തിയാക്കുന്നില്ല. കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും ഈ പച്ച കളറുള്ള പാട ഇതിൻ്റെ അകത്ത് മുഴുവൻ അങ്ങോട്ട് സർഫസിൽ കംപ്ലീറ്റ് ആയിട്ട്. ഞാൻ അടുത്ത ദിവസമായിട്ട് ഞാൻ ഇതിന്റെ കുറച്ച് പിക്ചറും കൊണ്ട് ഷെയർ ചെയ്തായിരുന്നു, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വിട്ട് തരാം. ഓക്കെ, ഇത് ഈ പച്ച കളറിൽ ഈ പറയുന്ന ഈ പാട പോലെ കാണുന്ന എല്ലാ ആരാണ്? സയനോബാക്ടീരിയ മെമ്പേഴ്സ് ആണ്, അല്ലെ ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. ബ്ലൂ ഗ്രീൻ ആൽഗയെ ആദ്യം അവിടെ ഇവിടെയൊക്കെ കാണത്തുള്ളൂ. പിന്നീട് ഈ വെള്ളത്തിന്റെ സർഫസിൽ വെള്ളത്തിലേക്ക് അഴുക്കുകൾ വരുന്നതിനനുസരിച്ച് വെള്ളത്തിലേക്ക് നമ്മൾ വേസ്റ്റ് കൊണ്ടിടുമ്പോൾ ആ വേസ്റ്റ് വെള്ളത്തിൽ കിടന്ന് ഡീകമ്പോസ് ചെയ്യുമ്പോൾ വെള്ളത്തിൽ കൂടുതൽ ന്യൂട്രിയൻസ് വരും. ആ ഫുഡ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് വാട്ടർ പൊല്യൂട്ടഡ് ആകുമ്പോൾ, വാട്ടർ മലിനീകരണം, വെള്ളം മലിനീകരണം ആയി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ധാരാളം ഫുഡ് മെറ്റീരിയൽസ് കൂടും. ഈ ഫുഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഇവിടെ കിടക്കുന്ന 2, 3, 4 കുഞ്ഞു കുഞ്ഞു സയനോബാക്ടീരിയ കാണത്തുള്ളൂ. അവർ ഈ ഫുഡ് അങ്ങോട്ട് ഉപയോഗിച്ചുകൊണ്ട് അവർ മൾട്ടിപ്ലൈ ചെയ്ത് വെള്ളത്തിന്റെ സർഫസും മുഴുവനാവും. ഇങ്ങനെ സയനോബാക്ടീരിയ പൊല്യൂട്ടഡ് വാട്ടറിന്റെ സർഫസിൽ കൂടുതലായിട്ട് വളരുമ്പോൾ അതിന് പറഞ്ഞ പേരാണ് ബ്ലൂം. എന്ന് പറഞ്ഞ പേര് ബ്ലൂം, അല്ലെങ്കിൽ ആൽഗൽ ബ്ലൂം എന്ന് പറയാം. ബ്ലൂമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലൂമിങ് നമ്മൾ ഫ്ലവറിന്റെ ബ്ലൂമിങ് എന്നൊക്കെ പറഞ്ഞ പോലെ കുറേ പുഷ്പങ്ങൾ ഒരുമിച്ച് പൂക്കൾ ഒരുമിച്ച് ഉണ്ടാകുന്ന പറഞ്ഞ പോലെ ഇവിടെ ആൽഗെ പൊല്യൂട്ടഡ് വാട്ടറിൽ ധാരാളം ഉണ്ടായി വാട്ടറിന്റെ സർഫസ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്ക് പറഞ്ഞ പേരാണ് ആൽഗൽ ബ്ലൂം. ഓക്കെ, ആരാണ് ആൽഗൽ ബ്ലൂം ഉണ്ടാക്കുന്നത്? സയനോബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, എക്സ്റ്റെൻസീവ് ഗ്രോത്ത് ഓഫ് ഓർ ലക്ഷൂറിയസ് ഗ്രോത്ത് ഓഫ് cyanobacteria members, extensive or luxurious growth of blue green algae in polluted water is called algal bloom.
Some species of some of these species possess specialized cells called heterocyst. ചില സ്പീഷീസിലേ ഉള്ളൂ. ആ ഹെട്രോസിസ്റ്റ് കാണുന്ന സ്പീഷീസിന്റെ എക്സാമ്പിൾ ആണ് നോസ്റ്റോക്ക്. നോസ്റ്റോക്ക് എന്ന് പറഞ്ഞ പ്ലാന്റിൽ ഹെട്രോസിസ്റ്റ് ഉണ്ട്. ഇനി എന്താണ് ഹെട്രോസിസ്റ്റ് ഫംഗ്ഷൻ? Heterocyst helps to fix atmospheric nitrogen and enrich the fertility of soil. Okay, heterocyst atmospheric nitrogen ഫിക്സ് ചെയ്യാൻ, നൈട്രജൻ ഫിക്സേഷൻ നടത്താൻ സഹായിക്കുന്നു. അങ്ങനെ മണ്ണിന് കൂടുതൽ ഫലം അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഉള്ളതായിട്ട് മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കി മാറ്റുന്നു. ഇനി ഹെട്രോസിസ്റ്റ് കാണുന്ന സയനോബാക്ടീരിയ എക്സാമ്പിൾ ആണ് ഒന്ന് നോസ്റ്റോക്കും, രണ്ട് അനബീനയും. നോസ്റ്റോക്ക് ആൻഡ് അനബീനി രണ്ടെണ്ണത്തിലും കാണുന്നു. ഓക്കെ, അതിന്റെ ഒറ്റൊരു പോർഷൻ കൂടി ഉള്ളു, അത് പറഞ്ഞാൽ മൈൻഡപ്പ് ചെയ്യാൻ കാരണം നിങ്ങൾ ഒത്തിരി നേരമായിട്ട് ഓടിയിരിക്കുകയാണ്. അടുത്താണ് മൈക്കോപ്ലാസ്മ. ഓക്കെ, മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞാൽ അതിന് സെൽ വോൾ ഇല്ലാത്ത ഒരു ഓർഗാനിസം ആണ്. ഇതൊരു മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്റ്റിക് അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, പക്ഷെ അതിന് ചുറ്റും സെൽ വോൾ ഇല്ല. മൈക്കോപ്ലാസ്മിക്ക് മറ്റൊരു പേരും കൂടെ പറയാറുണ്ട്, പ്യൂറോ ന്യൂമോണിയ ലൈക്ക് ക്യാപിറ്റലാണ്. പ്യൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്ന് പറയാറുണ്ട്. അതായത് നമ്മൾ പറഞ്ഞത് മൈക്കോപ്ലാസ്മ എന്ന ഓർഗാനിസിനെ കുറിച്ചാണ്. മൈക്കോപ്ലാസ്മിക് ഒരു പേരും കൂടെ പറയാറുണ്ട്, കാരണം മറ്റൊരു പേര് പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം അല്ലെങ്കിൽ PPLO. ഷോർട്ട് ഫോം എന്താണ്? PPLO, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. അമ്പു ഒരിച്ചിരി ഒച്ച കുറയ്ക്കുമോ? മൈക്കോപ്ലാസ്മ അല്ലെങ്കിൽ PPLO, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. ഇവരുടെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ സ്മോളസ്റ്റ് ലിവിംഗ് ഓർഗാനിസം വിത്തൗട്ട് സെൽ വോൾ. സെൽ വോൾ ഇല്ലാത്ത ഏറ്റവും ചെറിയ ലിവിംഗ് ഓർഗാനിസം ആണ് PPLO അല്ലെങ്കിൽ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. ഓക്കെ, അതിന്റെ രണ്ട് ചെറിയ പോയിന്റ് കൂടിയുണ്ട്, അത് കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. അപ്പൊ പിന്നെ നമ്മൾ മൈക്കോപ്ലാസ്മയെ കുറിച്ച് ചോദിക്കുന്ന ഏറ്റവും നല്ല ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഈസ് സ്മോളസ്റ്റ് സെൽ വിത്തൗട്ട് സെൽ വോൾ. സെൽ വോൾ ഇല്ലാത്ത ഏറ്റവും ചെറിയ സെൽ ഏതാണ്? മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മയുടെ മറ്റൊരു പേരാണ്, അല്ലെങ്കിൽ മൈക്കോപ്ലാസ്മ വരുന്ന ആ ഒരു ഗ്രൂപ്പിന് കോമൺ ആയിട്ട് പറഞ്ഞ പേരാണ് PPLO. PPLO ഫുൾ ഫോം ആണ് പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. ഇത് ഇവിടെ രണ്ട് പോയിന്റ് കൂടെ പറഞ്ഞു തരാം. They are smallest living cell. They lack cell wall. They cause pathogenic diseases in plants and animals. പ്ലാന്റ്സിലും അനിമൽസിലും ഈ പറയുന്ന മൈക്രോപ്ലാസ്മ അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഇതിലില്ലാത്ത ഒരു പോയിന്റ് കൂടെ പറയാം, സാധാരണ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ അത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ച് കണ്ടിട്ടുണ്ട്. They are resistant to antibiotic penicillin. സാധാരണഗതിയിൽ നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ പെനിസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക്. സാറേ ഹലോ, നിർത്തി. സാധാരണ നമ്മൾ മൈക്രോ ഓർഗാനിസിനെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? പെനിസിലിൻ പോലുള്ള കമ്പോണൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ ഈ മൈക്കോപ്ലാസ്മനെ കൊല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് പെൻസിലിൻ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം പെൻസിലിന് റെസിസ്റ്റൻസ് കാണിക്കുന്ന ഓർഗാനിസം ആണ്. ഓക്കെ, they can live even without oxygen. ഓക്സിജൻ ഇല്ലെങ്കിൽ പോലും ജീവിക്കാൻ പറ്റും. ഇതിൽ പറയാത്ത രണ്ട് പോയിന്റുകളാണ്, മൈക്കോപ്ലാസ്മയ്ക്ക് അനൈറോബിക് സിറ്റുവേഷൻ, ഓക്സിജൻ ഇല്ലാത്ത സിറ്റുവേഷനിൽ ജീവിക്കാം. രണ്ട്, മൈക്കോപ്ലാസ്മയെ നമുക്ക് പെൻസിലിൻ ഉപയോഗിച്ച് കൊല്ലാൻ പറ്റത്തില്ല. സാധാരണ സ്കൂൾ ലെവലിൽ ചോദിക്കുകയാണെങ്കിൽ മൈക്രോപ്ലാസ്മ സ്മോളസ്റ്റ് ഓർഗാനിസം ആണ്, അതിന് സെൽ വോൾ ഇല്ല, പ്ലാന്റിലും അനിമലിലും ഡിസീസുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കൊണ്ട് മുനീറ എന്ന് പറഞ്ഞ ഏരിയ തീരുകയാണ്. നോട്ട് വേണമെങ്കിൽ പറഞ്ഞ് നമ്മൾ ഷെയർ ചെയ്ത് തരാം. അതല്ല NCERT നമുക്ക് പഠിക്കാൻ സാധിക്കുന്നെങ്കിൽ അതാണ് നല്ലത്. നിങ്ങൾ സിംബാബിന്റെ നോട്ടും കൂടി എഴുതി വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ ആണ്. നെക്സ്റ്റ് ക്ലാസ് നമ്മൾ പ്രോട്ടിസ്റ്റ കുറച്ച് ഏരിയയുള്ളൂ, ഫഞ്ചയും കൂടെ പഠിക്കാം. പ്രോട്ടിസ്റ്റൈൻ ഫഞ്ചയും നെക്സ്റ്റ് ക്ലാസ്സിൽ കേൾക്കാം. പിന്നെ ഒരു ക്ലാസ് കൂടി ഉണ്ടെങ്കിൽ ടോപ്പിക്കിന്റെ ബാക്കി ഏരിയയും കൂടി വരും. അപ്പൊ ഓക്കെ, താങ്ക് യു. ഒത്തിരി ലേറ്റ് ആയി, സാറിനെ വിളിച്ച് വാൺ ചെയ്തു, ഒത്തിരി ലേറ്റ് ആയി പോയി. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you, sir. Thank you, sir.